കസ്റ്റമർ കെയറിൽ, അതായത് ഓഫീസിൽ വിളിച്ച് തെറി പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട്. അതേപോലെ നല്ലത് കുഴപ്പമില്ല, 1 മണിക്കൂറായും കുഴപ്പമില്ലാത്ത 100 രൂപ ടിപ്പ് കൊടുത്ത കസ്റ്റമേഴ്സും ഉണ്ട്. ആൾക്കാർ ബേസ്ഡ് ആണ് അത്. നിലവിൽ കാസർഗോഡ് ഓൺലി 20+ ഉണ്ട്. ചിലർ വരുമ്പോൾ ചിലർ വഴിമാറും. അതുപോലെയാണ് ഇവർക്ക് അതിൽ നിന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വന്നത്. കാരണം എന്ന് വെച്ചാൽ സൊമാറ്റോ, സ്വിഗ്ഗി എന്ന വലിയ കമ്പനി ഇവിടെ വന്നിട്ട് പോയപ്പോൾ തൻ്റെതായ കമ്പനി കൊണ്ടുവന്ന് ഇവിടെ കസ്റ്റമേഴ്സിനിടെ നല്ലൊരു പേര് സൃഷ്ടിച്ച ഡെലിഷ്ക്ക് ഒരു ടീമാണ് ഇത് നമ്മളെ കൂടെ ഉള്ളത്. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ ഒരു എപ്പിസോഡ് കുറേ പറയുമ്പോൾ ഒരു ഫ്രണ്ട്സ് റീയൂണിയനാണ് ഞങ്ങൾക്ക് പോലെ. ഇത് ഒരു നോർമൽ പോഡ്കാസ്റ്റ് എന്ന് നമുക്കത് പറയാൻ തോന്നുന്നില്ല. കാരണം എല്ലാം ഞങ്ങൾക്ക് അറിയുന്നതനുസരിച്ച് ആൾക്കാർക്ക് പറയാനുള്ള മാത്രമാണ് കഥയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം കുറേ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തത് അപ്പുറം ഇപ്പുറം ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള ആൾക്കാരാണ്. ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ടും കുറച്ച് ഇവരുടെ ജേണി ഞാൻ അടുക്കും അവരോട് പറയില്ല, ഭയങ്കര ഇൻസ്പയർ ആകുന്നൊരു ജേണിയാണ് ഇവരത്. കാരണം ഇവർ ഈ കൊമേഴ്സ് ഒന്ന് എസ്പെഷ്യലി നമ്മളെ ഈ നാട്ടിൽ ഈ കൊമേഴ്സിന് സാധ്യത ഭയങ്കര കുറവാണ്. കാരണം സൊമാറ്റോ സ്വിഗ്ഗി എല്ലാം വന്നിട്ട് തിരിച്ചു പോയ ഒരു ഏരിയ, ആ ഒരു ഏരിയയിൽ വന്നിട്ടാണ് ഇവർ ഈ കൊമേഴ്സ് ആ ഒരു വേ കൊണ്ടുവരുന്നത്, റെവല്യൂഷൻ കൊണ്ടുവരുന്നത് ഇവരാണ് ഈ കൊമേഴ്സിൻ്റെ. എന്നിട്ട് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റിൽ ഇപ്പോൾ നമുക്കൊരു ഓക്കെ ഓൺലൈനിൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ പേര് നമ്മളെ മൈൻഡിൽ വരും, ഡെലിഷ്കോ. അത് ഫോർ എവർ ആ പേരുണ്ടാവും, ഇനി ഉണ്ടാക്കും ചെയ്യും. അത്ര ഉഷാറുള്ള ആൾക്കാരാണ് നമ്മൾക്കുള്ളത്. ഐ മീൻ വെൽക്കം ടു വൺ ഓഫ് ഷോ. ഓക്കെ, സോ ഈ ജേർണീനെ കുറിച്ചിട്ട് നിങ്ങളെ സ്റ്റാർട്ടിങ് ഐ മീൻ ഇവിടെ അല്ല ഫസ്റ്റ് ഉണ്ടായത്. ഫസ്റ്റ് വർക്ക് ചെയ്യുന്നുള്ളത് ദുബൈയിലാണെന്ന് തോന്നുന്നല്ല, ദുബൈയിലുണ്ടായത്. ദുബൈയിൽ പിന്നെ എങ്ങനെ ഈ ഡെലിഷ്കോ എങ്ങനെ അത് സംഭവിച്ചു? ഞാൻ ദുബൈയിൽ 2 കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഓൾറെഡി വർക്ക് കിട്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ പ്ലേസ്മെൻ്റ് ആയിട്ട് ദുബൈക്ക് പോയതാണ്. ദുബൈക്ക് പോയിട്ട് 2 ഇയർ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കമ്പനി ചേഞ്ച് ആണെന്നൊരു തിങ്ക് വന്നു എനിക്ക്. അവിടുത്തെ ഒരു സാലറി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ടാണ് എന്തായാലും ഒരു വേറൊരു ലെവലിലേക്ക് പോകണം. അതായത് ഞാനിപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞതാണ് മെക്കാനിക്കൽ. വേറെ ജോബിന് തന്നെ പോകണമായിട്ട് ഇറങ്ങിയത് അല്ല, വേറെ ജോബിന് ഉണ്ടാവണമെന്നല്ല, ആ ഒരു രീതിയിലാണ് എൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായത് ആ സമയത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് മാറണം എന്നിട്ട്, പക്ഷെ നാട്ടിൽ വരാതെ കുറേ 1.5 years കഴിഞ്ഞിട്ടാണ്. അപ്പം നാട്ടിൽ വന്നിട്ട് വിസിറ്റിംഗ് ഇട്ടിട്ട് പോകാമെന്ന രീതിയിലാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ട് ഒരു 1 month 2 month ആകുമ്പോഴാണ് കൊറോണ വരുന്നതും ലോക്ക്ഡൗൺ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റക്കായി. പിന്നെ ഇനി ദുബൈ എന്നുള്ള പ്ലാൻ കുറച്ച് കാലത്തേക്ക് ഇല്ലാന്നായി. അങ്ങനത്തെ ഒരു കാര്യം മൈൻഡിലില്ല. ദുബൈ എന്നുള്ളത് ഔട്ട് ഓഫ് ലൈഫ് ആയത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ എൻ്റെ ബ്രദറാണ്, അപ്പോൾ ഇവരാണെങ്കിലും ഇവനിപ്പോൾ ആ ടൈമിൽ കോളേജ് കഴിഞ്ഞിട്ട് ആ സമയത്ത് എക്സാം ഇല്ല, നമ്മളെല്ലാം ഒന്നിച്ചിനാക്കി. ഇപ്പം എൻ്റെ 2 പാർട്ട്നേഴ്സ്, ഒരാൾ ഷംബ്രാൻ, അതെൻ്റെ കസിനാണ്. പിന്നെ ഒരാൾ അമീർ, അത് ഷംബ്രാൻ്റെ ഫ്രണ്ട്. നമ്മളെ 2 മ്യൂച്വൽ ഫ്രണ്ട്. അപ്പോൾ നമ്മളെടുക്ക് കാണാറുണ്ട്, കൂടാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഓരോന്ന് സംസാരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണോ, എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടേ? അതിപ്പോൾ എല്ലാവരും ചങ്ങായിമാരെ അപ്പോൾ എന്തായെങ്കിലും ചായ അടിക്കുമ്പോൾ പ്ലാൻ ആക്കുന്ന എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിന്. അപ്പോൾ നമ്മളിപ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത സംഗതി ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല സപ്പോർട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെ ഫാദേഴ്സ് 2 പേര്. ഞങ്ങൾ എന്തുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാദർ ആണെങ്കിലും ഷംബ്രാൻ്റെ ഫാദർ ആണെങ്കിലും ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതേപോലെ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്ക് ഞങ്ങൾ ഇങ്ങനെ, അതായത് ഇപ്പോൾ നാട്ടിലിപ്പോൾ എന്താ ഇല്ലാത്തത് എന്താ, അല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് എന്താ. കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഇപ്പോൾ ഫുഡിൻ്റെ ഇതിലാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതേപോലെ വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമുണ്ട് ആൾക്കാർക്ക് പുറത്തുനിന്ന് സാധനം, ഹോട്ടൽസ്, ഫുഡ് ഇതൊന്നും പറ്റുന്നില്ല. പുറത്തിറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പം നമുക്കൊന്നും കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ 4 ആൺകുട്ടികളാണ്. അപ്പോൾ വലിയ പ്രശ്നമില്ല, പോകുന്നതിന് ആർക്കും വേണമെങ്കിൽ പുറത്ത് പോയി മാസ്ക് ഇട്ടിട്ട് പോയാൽ മതി. അതേപോലെ ആയിരിക്കില്ല ഇപ്പോൾ ഗൾഫിലെ ഭർത്താക്കാൻ വേണ്ട ആൾക്കാരുണ്ടാവും, മകൻ ഗൾഫിലുണ്ട് ആൾക്കാരുണ്ടാവും, അവർക്കും നേരം. അപ്പോൾ അതൊരു സർവീസ് ടൈപ്പുമായി നമുക്കൊരു ബിസിനസ് ആ ഒരു ചിന്താഗതിയിലാണ് ഇത് ഫസ്റ്റ് ടൈം ഇതൊരു തിങ്ക് വരുന്നത്. പിന്നെ മെല്ലെ മെല്ലെ ഇത് ചെയ്യണോ വേണ്ടെന്നുള്ള ആദ്യത്തെ അത് തന്നെയാണ്. ആദ്യം എങ്ങനെ ചെയ്യും, എങ്ങനെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ 4 പേര് ഇങ്ങനെ ഡിസ്കസ് ചെയ്യണോ വേണ്ടയോ, ഇവിടെ നടക്കുമോ. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ സൊമാറ്റോ, സ്വിഗ്ഗി ഇതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ വന്നിട്ട് പോയതാണ്, ഇല്ലാത്തതല്ല. ഇല്ലാതെ കുഴപ്പമില്ല, അവർ വരുന്നാട്ട് മുന്നേ ഫസ്റ്റ് നമുക്ക് എടുക്കാം. വന്നിട്ട് പോയി എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും, ഇതെല്ലാം വലിയൊരു കാര്യം. ആ ഒരു ടേം തന്നെ വരുന്നുണ്ട്, കൊറോണ വരെ ഉണ്ടോ. കാരണം ഇതിപ്പോ പറഞ്ഞ ഓൺലൈൻ ഡെലിവറി അത്ര ന്യൂ ഐഡിയാസ് അല്ല, പക്ഷെ ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു വിൽ പവറാണ് നമുക്ക് ആവശ്യം. കാരണം ഇത്ര ആൾക്കാരെ കൺവിൻസ് ആക്കിയിട്ട് എടുക്കാൻ എടുക്കാന്ന് വെച്ചാൽ ആ ഒരു സർവീസാണ് മെയിൻ. ആ ഒരു കോവിഡ് ടൈമിൽ ഓക്കെ എല്ലാവരും ജഡ്ജ്മെന്റ് പറഞ്ഞു കോവിഡ് ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേഴ്സ് പീരിയഡ് ഉണ്ടാവും. പക്ഷെ കോവിഡ് ടൈമിന് കൊടുത്ത സർവീസിലാണ്
എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അത് ഫ്യൂച്ചറിലേക്ക് ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം എന്റെ ഇല്ല, അതിപ്പോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ കോവിഡ് എത്ര ഉണ്ടാവും അറിയില്ല. ചിലപ്പോ 1 മന്തിൽ പോയി കഴിഞ്ഞാൽ ആ 1 മന്തിലേക്കായിരിക്കും നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം. ഇപ്പൊ കോവിഡ് സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയില്ല, ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് പിന്നെയും ലോക്ക്ഡൌൺ പിന്നെയും വരുന്നു, അത് 1 ഇയറിന്റെ അടുത്ത് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇതൊരു ലോക്ക്ഡൌൺ മാതിരി ഇതേപോലെ കുറച്ച് അടിച്ചിട്ടിട്ട് കുറെ കാലം ഉണ്ടാവും അറിയില്ല നമുക്ക്. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ആ ഒരു ടൈമിന് ഹോട്ടലുകാർക്കും ഇങ്ങനത്തെ ഒരു മീഡിയേറ്റർ വേണമായിരുന്നു. അത്യാവശ്യം എല്ലാ ഹോട്ടൽസിനും ഇല്ല ഡെലിവറി സർവീസ്, എല്ലാ ഹോട്ടൽസിനും സർവീസ് ഇല്ല, കസ്റ്റമർ വാക്കിൻസും ഇല്ല. സോ മിഡിൽ മാൻ എന്തായാലും നമ്മളെ ഹോട്ടലാർക്കാണ് ആ ടൈം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ലൈക്ക് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ പ്ലാൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ ഉള്ള ഒരു ടീം സ്റ്റാർട്ടപ്പ് ടീമാണ്. ലൈക്ക് IT ആപ്പായാലും വെബ്സൈറ്റ് ആയാലും അങ്ങനെ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി മൗസൂഫ് എന്നതിൻ്റെ മെയിൻ ഹെഡ്. അപ്പോൾ ഞങ്ങൾ ടെക്നിക്കൽ ടീം അതുള്ളത് കൊണ്ടായിരുന്നു ഒരു കോൺഫിഡൻസ് കൂടുതലും. ഈസി ആയിട്ട് അവനോട് പറഞ്ഞപ്പോഴും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു റിസ്ക് ഫ്രീ ആയി, ഒരു വിശ്വാസമായി. ഇപ്പൊ ബ്രദറുള്ള ടീമിന്റെ ആകുമ്പോഴേക്ക് നമുക്കാകുമ്പോൾ അത് ഒരു ധൈര്യം, എത്ര എന്തെല്ലാം വേണ്ട കാര്യം, അത് കമ്മ്യൂണിക്കേഷൻ ഈസി ആയി. പിന്നെ നമുക്കൊരു ഫസ്റ്റ് ഇത് പറഞ്ഞില്ല, ഇത് നമുക്ക് അയിമ പറഞ്ഞ പോലെ അറിയാല എത്ര മാസമുണ്ട് എത്ര നമുക്ക് ഇൻവെസ്റ്റ് ആക്കുമ്പോൾ കൺഫ്യൂസ് ഇത്ര എമൗണ്ട് ചെയ്യണോ വേണ്ട. അപ്പൊ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ടീമും സ്വന്തം ടീം ഉണ്ടാകുമ്പോൾ നമ്മൾ ബഡ്ജറ്റിലുള്ള ആപ്പ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു ലൈക്ക് ടെംപ്ലേറ്റ് ടൈപ്പ് ഒരു UI ഒന്നും അങ്ങനെ കാര്യമാക്കിയിട്ട് നോക്കിയിട്ടില്ല. ഫസ്റ്റ് എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ആക്കാം, ഇങ്ങനെ ആക്കി ചെയ്യാന്ന് വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യാന്ന് അങ്ങനെ നോക്കി. രണ്ടാമത് ഒരു 6 മന്തിന് ശേഷമാണ് ഞങ്ങൾ റീ ആക്കിയതാണ്. ഫസ്റ്റ് വേറൊരു ചാലഞ്ച് ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് iOS-ൽ രജിസ്ട്രേഷൻ കിട്ടാൻ നല്ല പണിയെടുത്തതിന്. ഫസ്റ്റ് ഒരു 4-5 മന്ത്സ് എടുത്ത് iOS-ൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ മാത്രം വെച്ച് പിന്നെ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് എടുത്ത് ആ ഒരു ചാലഞ്ച് ആൻഡ്രോയിഡിൽ ഈസി ആയിരുന്നു. ബൂമിങ് കിട്ടി. ഞങ്ങൾ അതിൽ വേറെ ചെയ്താണ് 1 വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്സ്ആപ്പ് ത്രൂ തുടങ്ങി. പക്ഷെ അത് നമുക്ക് പിന്നെ ഭയങ്കര ചാലഞ്ച് ആയി. കാരണം വാട്സപ്പിന് ആപ്പിലേക്ക് മാറ്റണം. വാട്സപ്പ് ഇതിപ്പോ ആപ്പ് ഉണ്ടാക്കിയിട്ട് വാട്സപ്പ് മാത്രമേ കാര്യമില്ല. കാരണം ആപ്പിൽ വരുന്ന ഓർഡറിന്റെ അത്രയോ 50-50 ആയിരിക്കും. 50% വാട്സപ്പ്, 50% ആപ്പ്. ആ ഒരു രീതിയിലുണ്ട്. ഇത് ഫുള്ള് ആപ്പിലേക്ക് ആക്കാൻ നല്ല പണി കിട്ടിയത്. അതായത് നമ്മളിപ്പോ കൂപ്പൺ കാര്യങ്ങളെല്ലാം ഓഫേഴ്സെല്ലാം കൂപ്പൺ ത്രൂ ചെയ്യുമ്പോഴേക്ക് ഇത് വാട്സപ്പിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടൂല. അപ്പൊ അവര് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി ഇതെങ്ങനെയാ യൂസ് ആക്കണ്ടേ. അപ്പൊ നമ്മള് സ്ക്രീൻഷോട്ട് വീഡിയോ എടുത്തിട്ട് വരെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിന്. ഈ ബോയ്സ്, നമ്മളെ ജനറേഷൻ ബോയ്സിനെല്ലാം അറിയാൻ പറ്റും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. അതിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇതേപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം. അതിന്റെ അവസാനം നമ്മൾ ഒരു കൂപ്പൺ അടിക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ആ കൂപ്പണിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, താഴെ ചെക്കൗട്ട്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു സ്ക്രീൻഷോട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കും ഇങ്ങനെയാ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഈ വാട്സപ്പ് വരുന്ന ഓർഡേഴ്സിന് ഓട്ടോമാറ്റിക് മെല്ലെ മാറ്റിയിട്ട് ആപ്പിലേക്ക് മാറ്റിയതാണ്. ഈ വാട്സപ്പ് ഓർഡേഴ്സിൽ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഡെലിവറി ബോയ്സിനെ അറിയാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് ഡയറക്റ്റ്ലി ഓഫീസിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ആപ്പിലാണെങ്കിൽ അത് കാര്യം എന്ന് വെച്ചാൽ അതിൽ സ്റ്റാറ്റസ് അറിയും, പിക്ഡ് അപ്പ്, ആക്സെപ്റ്റഡ്, ഡെലിവേർഡ്. അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറി ബോയ്സിൻ്റെ ഫോൺ നമ്പറും അതിൽ ഡയറക്റ്റ്ലി കിട്ടും. ഇപ്പോൾ ആ ഒരു പീരീഡ് പറഞ്ഞു കോവിഡ് ടൈമിൻ്റെ ആ പീരീഡ് നമുക്ക് ഫസ്റ്റ് നിങ്ങൾ ഹോട്ടലുകാർ അപ്രോച്ച് ചെയ്യുമല്ലോ, ഇത്ര ഹോട്ടലുകാർ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഹോട്ടൽ ആൾക്കാർ 50-50 ആണ്. കുറെ ആൾക്കാർ നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം ഹോട്ടലുകാർ അത്ര നല്ല ടേംസിലായിരുന്നു. കാരണം മുമ്പ് സൊമാറ്റോ, സ്വിഗ്ഗിന്റെ പേയ്മെന്റ് അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. കാരണം എന്നോട് ഫസ്റ്റ് അത് ഏത് ഹോട്ടലാണെന്നറിയില്ല, ഫസ്റ്റ് പോയിട്ടാകുമ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ 10,000 ഇങ്ങോട്ടേക്ക് താ, എന്നിട്ട് സാധനം എടുത്തോ. അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ പേയ്മെന്റ് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വീക്ക്ലി പേ ചെയ്യും. അതെ, ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം ഒരു എമൗണ്ട് താ. ആ സമയത്തൊക്കെ 10,000 വീക്ക്ലി വരൂല, സ്റ്റാർട്ടിംഗ് അല്ലല്ല. 10,000 അതെന്തിനാ? ഇവിടെ മുമ്പ് ഇങ്ങനെ സൊമാറ്റോ ചെയ്തിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വിഗ്ഗി ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എത്രത്തോളം വിശ്വസിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ സൊമാറ്റോ സ്വിഗ്ഗിന്റെ ഒന്നും ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരല്ല, ഞങ്ങൾ ലോക്കലൈറ്റ്സ് ആണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകില്ല. പിന്നെ വേറെ ആൾക്കാരെ റെക്കമെൻഡേഷനിലും കൂടിയിട്ട് എടുത്ത റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് അവർ എടുക്കുന്നില്ല, കാരണം അവർക്ക് പേടിയാണ്. ഞങ്ങൾ ഡയറക്റ്റ്ലി ആകെ 2 ഹോട്ടലിലാണ് ഈ അനുഭവം ഉണ്ടായത്. പക്ഷെ എല്ലാ ഹോട്ടലുകാരും ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ഇമേജ്
സൊമാറ്റോ സ്വിഗ്ഗി എന്ന് പറഞ്ഞത് വലിയ ലെവലുണ്ടോ, അപ്പൊ അവർ വന്നിട്ട് കാസർഗോഡ് ഇങ്ങനെ ആയെന്ന് പറയുമ്പോൾ പിന്നെ ഇറങ്ങുന്നത് അതാണ് ചാലഞ്ച്. ഇവർ വന്നിട്ട് പോയിട്ട് അവരുടെ ടെക്നിക്കൽ ടീമും മാർക്കറ്റിംഗ് ടീമും എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് ഉണ്ട്, ആ ക്രെഡിറ്റ് ഇന്നും കൂട്ടിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അതിനെങ്ങനെ കണക്ഷൻസ് ത്രൂ കൺവിൻസ് ആക്കിയതാ. കണക്ഷൻ ത്രൂ ആയിരുന്നു നമ്മൾ പോയിട്ട് ഡയറക്റ്റ് സംസാരിച്ചു. ഓരോന്ന് നമ്മൾ ഡയറക്റ്റ് അറിയുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നമ്മളെ കാര്യങ്ങൾ പറയും, ഇങ്ങനെ ഇന്നാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന്. ഇപ്പൊ കുറെ ആൾക്കാർ നല്ല ഇതേപോലെ ഇത് ഉണ്ടായിട്ടും കുറെ ആൾക്കാർ സപ്പോർട്ട് ആക്കാൻ നിങ്ങൾ പുതിയ തുടങ്ങുന്നല്ല, ഓൾ ദി ബെസ്റ്റ്, നമ്മളെല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടത്, ഓഫേഴ്സ് വേണം, അത് നമ്മളായിട്ട് ഇങ്ങനെ ചെയ്യും, എങ്ങനെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് എല്ലാം കറക്റ്റ് ചെയ്തു തന്ന ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഒരേപോലെ ഒന്നും അല്ലല്ലോ. ഓരോ ആൾക്കാർ സ്വന്തം ഇങ്ങനെ ഇപ്പോ അവര് തന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തരാണ്ട് മുങ്ങുമെന്നുള്ള പേടിയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൺവിൻസ് ആക്കി നല്ലോണം സംസാരിച്ചിട്ടും അല്ലെങ്കിൽ കണക്ഷൻ ത്രൂ പോയിട്ടും കൺവിൻസ് ആക്കി. പിന്നെ അവർക്ക് ബെനിഫിറ്റ് ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് തന്ന ആൾക്കാരുണ്ട്. ലൈക്ക് ലോക്ക്ഡൌൺ ആണ്, അവർക്ക് എന്തായാലും ഡൈനിങ് കിട്ടുന്നില്ല, പാർസൽ എടുക്കാൻ പിന്നെ കുറച്ച് ആൾക്കാരെ വരുന്നു. അവരുടെ ഡയറക്റ്റ് ഡെലിവറി അധികാരം എത്തുന്നില്ല, അധികാർക്ക് മാർക്കറ്റിംഗ് എത്തുന്നില്ല. നമ്മളാണെങ്കിൽ നമ്മൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്തിട്ട് അത് എത്തിക്കുന്നുണ്ട്. ഡെലിവറി ഏജൻസി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഒരു ഹോട്ടലിൽ അവർക്ക് പറ്റില്ല ഡെലിവറി, അവർക്ക് വേറെ ബേർഡൻ ഉണ്ട്. നമ്മൾ മെയിൻ ഇതാണ്. സോ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് തോന്നിയത് ഓക്കെ ഈ പേര് എങ്ങനെ ഡെലിഷ്കോ, കാരണം നല്ല എല്ലാവർക്കും ഞാൻ പുറമെ ഫ്രണ്ട്സിന്റെ ഡെലിഷ്കോ എന്നല്ല പറയുമ്പോൾ എല്ലാവർക്കും പേര് ഭയങ്കര അട്രാക്റ്റീവ്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഷംറാനോട് പറഞ്ഞു നല്ല പേര്. അപ്പൊ പേര് എങ്ങനെ വന്നത്? ലോക്കൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാനുള്ള ലൈക്ക് അത് മാത്രം നോക്കിയിട്ടല്ല ഡെലിഷ്കോ എന്നുള്ള പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കാസർഗോഡ് ഒരു പേര് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോക്കൽ നെയിം, അതായത് അവര് നമുക്കൊരു വായി കിട്ടുന്ന കാസർഗോഡ് ആ ഒരു ടൈപ്പ് വേണ്ടാന്നാണ് അങ്ങനെ വേണ്ടാന്ന് തന്നെയാണ്. കാരണം ബ്രാൻഡ് നെയിം എന്ന രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ കാസർഗോഡ് മാത്രം തുടങ്ങണോ അല്ലെങ്കിൽ കാസർഗോഡ് മാത്രം മതി എന്ന് ആലോചിച്ച് ചെയ്തതല്ല. ബ്രാൻഡ് നെയിം എന്ന രീതിയിൽ കുറച്ചും കൂടി നല്ലൊരു പേര് വേണം കേൾക്കുമ്പോൾ. അതിന് ഞങ്ങൾ ഇതേപോലെ നീ ഇപ്പൊ പേരിന്റെ പറയുമ്പോൾ എന്റെ ഇവിടുത്തെ ഒരു ബാങ്കിലുണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ മൂപ്പര് ഞാൻ ഫസ്റ്റ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഡെലിഷ്കോന്റെ എന്നുള്ള ആരോ പറഞ്ഞിട്ട് അറിഞ്ഞതാണ്. അപ്പൊ ആര് എന്നോട് ആദ്യം ചോദിച്ചത് പറഞ്ഞാല് അവർക്ക് ഇത് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്, ഇതിന്റെ ഒരു ബ്രാഞ്ച് മാനേജർ ഞാനെന്ന രീതിയിലാണ് സംസാരിച്ചിട്ട് പിന്നെ നിങ്ങളെ സ്വന്തം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് പോലും എത്ര നല്ല പേരിട്ടിട്ട് ഇങ്ങനെ ഇവിടെ മാത്രമാണ് അങ്ങനെ ഒരു ചിന്ത വരെ വന്നിട്ടുണ്ട്. പേര് അമീറാണ് സ്റ്റാർട്ട്. അതെ, ഞങ്ങളെ പാർട്ണർ. അത് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്നിട്ട് ഇതേപോലെ നാല് പേരും ഞങ്ങളിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാഫായിട്ട് അശ്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 5 പേരും പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന ഫിക്സ് ആക്കിയതിനു ശേഷം ആപ്പ് വർക്ക് ഇവരുടെ ടീം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഞങ്ങൾ റൗണ്ട് ഇട്ടിട്ട് പേരിടണ്ട് എന്തിടും. ആ ഒരു മൂമെന്റിലായി ഇതൊക്കെ ഞാൻ ഈ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ഫൈനലൈസ് ആക്കിയത് എങ്ങനെ പേരിന്റെ ഈ പ്രൊജക്ട് നിങ്ങൾ ഓൺ ചെയ്യുന്നു ഡെലിവറി ഓൺ ചെയ്തത് പാരന്റ്സ് ആയിട്ട് ഇതാക്കി. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ഡു, ഇപ്പൊ വെറുതെ ഇരിക്കുന്നല്ലേ, എന്തായാലും അവര് ട്രൈ ചെയ്യാൻ ഇപ്പൊ ഇതാക്കണം. പിന്നെ ഒന്ന് പാരന്റ്സ് ചെയ്ത ഒരു കാര്യം എന്നാൽ ഞങ്ങൾ 4 പേരും ചെറിയ ഏജ്, ആ ഒരു 3-4 കൊല്ലം. എനിക്ക് 24, ഇവന്റെ ആണെങ്കിൽ 22 ആ ഒരു ഏജ്, ഷംറാന്റെ 20 ഏജ്, 19 ആ ഒരു ഏജ് എല്ലാവരും. ഞാൻ 22-23 ആ ഒരു ഏജ് എനിക്കെല്ലാം ഉള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിൽ ഇവര് നമ്മൾ ഇത് ഈസി ആക്കിയിട്ട് വെറുതെ ഒരു പേരിന് കളിക്കും എന്നുള്ള പേടിയുണ്ടായിരുന്നു പാരന്റ്സിന്. അപ്പൊ അവര് പറഞ്ഞ എന്താ പറഞ്ഞാല് ക്യാഷ് ഞങ്ങൾ തരില്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തിയാല് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഊർജ്ജം കിട്ടും. അതായത് എന്റേതാണ്, അത് അങ്ങനെയാണ്. തിരിച്ചിപ്പോ ആ ക്യാഷ് ഇപ്പൊ ഞങ്ങളിപ്പോ കടം വാങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് എടുത്തേച്ച ക്യാഷ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. ഞങ്ങളെ ക്യാഷ് ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ വേറെ ആളെ പൈസയിലല്ല, ആരുടെ ഡിപ്പെൻഡ്. അപ്പൊ അതും കൂടി ഞങ്ങൾക്ക് ഒരു കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി, കുറച്ചും കൂടി ഊർജ്ജം. ഇത് നല്ല രീതിയിൽ ആക്കണം, ആ ക്യാഷ് തിരിച്ചിപ്പോ ഞങ്ങൾ കടം വാങ്ങിയാണ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ പൈസയിൽ ഞങ്ങൾ കുറച്ച് മേനത്താക്കിയിട്ട് കിട്ടും എന്നുള്ളൊരിത് അതുണ്ടായിരുന്നു. അപ്പൊ ഇത് പാരന്റ്സുമായിട്ട് ഇതേപോലെ പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും ഫാദറായിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവര് പറഞ്ഞു ഞങ്ങളെ സൈഡിൽ നിന്ന് ഞങ്ങളിപ്പോ മാർക്കറ്റിംഗ് ലെവലാണെങ്കിലും ഇപ്പൊ തുടങ്ങിയതിനു ശേഷം ഇപ്പൊ അത് ഓരോരോ അവരെ ഫ്രണ്ട്സ് ത്രൂ ആണെങ്കിലും വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് അയക്കലോ അത് ചെയ്തു, അതെല്ലാം അവര് ചെയ്തുതരാം, നിങ്ങളൊന്നും ടെൻഷൻ ആക്കണ്ട, കാര്യം ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യും, ചാലു ആവാനുള്ള പണി ചെയ്തു, ബാക്കി നമ്മൾ ചെയ്യാം എന്ന രീതിയിലാണ് പറഞ്ഞത്. പേര് ഇതേപോലെ ഓരോന്ന് പറയുമ്പോ ഇങ്ങനെ ഡെലീഷ്യസ് എന്നാക്കിയാലോ, ആ ഡെലീഷ്യസ് വാങ്ങില്ല, അങ്ങനെ അങ്ങനെ ഓരോന്നിങ്ങനെ പറയും. ആ പറയുന്ന സമയത്ത് പെട്ടെന്ന് നാവെന്ന് വന്നതാണ് ഡെലിഷ്കോ, അമീറിനാണ്. അപ്പൊ ഞങ്ങളെ ഡെലിഷ്കോ നല്ല ഉണ്ടല്ലോ, ഡെലീഷ്യസ് ഡെലിഷായി, ഗോ എന്നുള്ള ഒരു ഡെലിവറി ആ ഒരു അത് വന്നു. അങ്ങനെ
അപ്പൊ അതിനൊരു ടൈറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഡെലീഷ്യസ്ലി യൂവേഴ്സ് എന്നിട്ട് ആ ഒരു ഇത് കൊടുത്തു, ഡെലിഷ്കോ ഡെലീഷ്യസ്ലി യൂവേഴ്സ്, ആ ഒരു ഇത് വെച്ചിട്ട് നല്ല ഇതാക്കി. ഇതിപ്പോ ഈ ഒരു നെയിമിന്റെ ഒരു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സിറ്റിയിൽ പോവാം. കാരണം ഇപ്പൊ കുറെ ആൾക്കാർ അതുകൊണ്ടാണ് ഇപ്പൊ സ്വിഗ്ഗി ഫുഡ് റിലേറ്റഡ് അല്ല നെയിം, പക്ഷെ ആ ഒരു നെയിം ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ വിഷന് അതാ ഫുള്ള് പോവാൻ. അതുപോലെയാണ് ഈ ഒരു നെയിം ഫസ്റ്റ് ഒരു അട്രാക്റ്റീവ് ആണ്. പിന്നെ മാർക്കറ്റിംഗ് എല്ലാം ചെയ്തത് ആ ഒരു സമയത്തുള്ള റിസോഴ്സസ് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എപ്പോ പറയുന്നത് നമ്മൾ റിസോഴ്സ് മാക്സിമം യൂസ് ആക്കണം. അതാണ് നമുക്ക് വേണ്ടത്. എക്സ്പെൻസ് കട്ട് ബിസിനസ് ഓപ്പറേഷൻ കോസ്റ്റ് എങ്ങനെ കട്ട് ഇത് വേറെ പ്രോഫിറ്റബിൾ അല്ല എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കൺട്രോൾ ഇപ്പൊ ഈ ലാസ്റ്റ് 2-3 months തോന്നുന്നു അവർ പ്രോഫിറ്റബിൾ ആയ തുടങ്ങിയത്. അതിന് മുമ്പ് അവർക്ക് അവിടുന്ന് ഓപ്പറേഷൻ കോസ്റ്റ് കയ്യിൽ നിൽക്കുന്നില്ല. അതാണ് അപ്പൊ നമ്മളെ സ്വന്തം റിസോഴ്സ് നമ്മൾ യൂസ് ആകുമ്പോൾ നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് നമ്മളെ മാർക്കറ്റിംഗ് ടീം നമുക്ക് ആര് ചെയ്തത്. പക്ഷെ മാർക്കറ്റിംഗ് ഐഡിയാസ് ആപ്പ് സ്വന്തമായിരുന്നു. പിന്നെ ചെയ്തത് റൈഡേഴ്സ് ആ ഒരു മേഖല. കാരണം ഈ സർവീസ് ഇൻഡസ്ട്രി അധികം ആൾക്കാർ ഇൻഡസ്ട്രി ഈസി എന്ന് വിചാരിക്കുന്നത്. അത് ഈസിയില്ല, ഒരു പണിയില്ല. നമ്മൾ ഫസ്റ്റ് ഹാൻഡ് അറിഞ്ഞതാണ്. പക്ഷെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞെങ്കിൽ കാരണം അത് ഞാൻ എപ്പോൾ എനിക്ക് എങ്ങനെ കാരണം ആകെ ഒരു ഇപ്പൊ വേറെ ആരുണ്ടെങ്കിൽ തന്നെ റൈഡേഴ്സിന് ബുദ്ധിമുട്ടില്ലാണ്ടുണ്ടായത് ഇതുവരെ നിങ്ങൾക്ക് തോന്നും. ആ ഒരു ടൈം ആകുമ്പോൾ റൈഡേഴ്സിൽ എത്തും എങ്ങനെ റൈഡേഴ്സ് ആയിട്ടുള്ള കണക്ഷനാണ് ഫസ്റ്റ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഞങ്ങൾ 5 പേരുണ്ടായി. 5 പേരിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ അശ്നു എന്ന് പറഞ്ഞവന് ഓഫീസ് സ്റ്റാഫ്, ഇവരും ഓഫീസിൽ, ബാക്കി 3 ആൾക്കാരും ഡെലിവറിക്കുണ്ടായിട്ട് ഇറങ്ങാം. പിന്നെ 2 ആൾക്കാർ എക്സ്ട്രാ എടുത്ത്, അതായത് 5 പേര് ഡെലിവറി. അതായത് ഞങ്ങൾ അവിടെ ഉണ്ടാവും, ഓർഡർ തിരക്കായ ഞങ്ങൾ തന്നെ ഇറങ്ങും, 2 പേരും മതി. ഇപ്പൊ പ്രസന്റ്ലി ആയാലും തിരക്ക് സമയത്തായാലും ഡെലിവറി വെച്ചിട്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബോസ് അവർ ബോയ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല. എൻ്റെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു കൊളീഗ്സ് എന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാകാറ്. അതായത് അവർക്ക് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും വരും. അത് നിർത്തിയ ആൾക്കാരാണെങ്കിലും എന്റെ അർജന്റ് ഉണ്ട് വരണമെന്ന് പറഞ്ഞാൽ അവർ ഓടിയെത്തും. അതാണ് ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ്. അതെ. ഇപ്പൊ നിലവിൽ എത്ര റൈഡേഴ്സ് ഉണ്ട്? നിലവിൽ കാസർഗോഡ് ഓൺലി 20+ ഉണ്ട്. 20+. ഇത് നല്ല നമ്പേഴ്സ് ആണ്. 20+ ഞാൻ പറഞ്ഞില്ല. അവർ 3 റൈഡേഴ്സിന്റെ 3 നമ്പർ നമുക്ക് കിട്ടാൻ അത്ര പാടുള്ള എത്താണ് 20+ ആയിട്ട് പോവാം. ഒരു ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഭയങ്കര ഇൻസ്പയർ ആയിട്ട് കാണുന്ന ഈ ഒരു നാടകം. കാരണം നമ്മളെല്ലാവരും പറയും. കാരണം അത് അറിയണോ? അത് കാരണം അല്ലെങ്കിൽ അത്ര ഈസിയേ അല്ല. ബാക്കി ഒരു പ്രൊഫഷണൽസിന് ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ല, ഇത് വേറെ തന്നെ ഒരു ഗെയിമാണ്. ഇതിൽ ഏറ്റവും വലിയ ഇഷ്യൂ പറഞ്ഞാൽ ഡെലിവറി എന്നുള്ളത് ഒരു ജോബ് ആയിട്ടല്ല, ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ട്രിപ്പ് പോകാൻ ഒരു പൈസ വേണ്ട, അതായിട്ട് അല്ലെങ്കിൽ ദുബൈക്ക് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, അതുവരെ നാട്ടിൽ നിൽക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു നാട്ടിൽ ഇപ്പൊ ഡെലിവറിയിൽ ഒരു 20,000-30,000 മന്ത്ലി കിട്ടുന്ന വിചാരിച്ചോ, നാട്ടിൽ ഇപ്പൊ ഇരിക്കുന്ന ജോബ് 15,000 ഇത് ഇളക്കിട്ട് അങ്ങോട്ട്. കോളേജ് സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങളതിൽ. കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. വൈകിട്ട് ആകുമ്പോഴത്തേക്ക് 4-5 മണി കഴിഞ്ഞിട്ട് കയറുന്ന ആൾക്കാരുണ്ട്, 7 മണി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ, മാംഗ്ലൂരൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് 7 മണി ഇനിയിപ്പോ വരും. കാരണം ആ ഒരു ഫേസ് കഴിഞ്ഞു. ഫസ്റ്റ് പിന്നെ എന്താന്ന് വെച്ചാൽ ദുബൈയിൽ നിന്ന് വിട്ട ആൾക്കാർ, ലൈക്ക് ഇവിടെ പെട്ടുപോയ ആൾക്കാർ കുറെ ആളുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. കോവിഡ് സമയം എല്ലാവർക്കും ഈസി ഉണ്ടായിരുന്നു റൈഡേഴ്സ്. കാരണം എല്ലാവരും ഫ്രീ ഉണ്ടായിരുന്നു. ആ ഒരു കോവിഡ് കഴിഞ്ഞ ശേഷം അതായത് ദുബൈ ബേസ്ഡ് ആണെങ്കിൽ ആ ഒരു UAE ബേസ്ഡ് എല്ലാവരും അങ്ങോട്ട് പോയി ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കോളേജ് ഓപ്പൺ ആയി, ഉള്ള ആൾക്കാർ ഫ്രീ ഉള്ള ആൾക്കാർ ഗൾഫിലേക്ക് പോയി, ആൾക്കാരില്ല നാട്ടിൽ. പിന്നെ അപ്പൊ നല്ല ഇഷ്യൂസ് വന്നു. അപ്പൊ പിന്നെ ഹാൻഡ്ലാക്ക് ഇതേപോലെ നിർത്തിയിട്ട് പോവാൻ നിർത്തി എന്ന് പറഞ്ഞ ആൾക്കാർ തിരിച്ചു വന്നിട്ട് ഞാൻ വിളിച്ചിട്ട് തിരിച്ചു വന്നിട്ട്. അപ്പൊ അത് ആ ഒരു ടൈം ഒരു ഫേസ് നല്ല ഇതായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് നല്ല രീതിയിൽ ചെയ്തു. ഞങ്ങൾ തന്നെ ഡെലിവറി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോഴും ഇപ്പൊ ലാസ്റ്റ് പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഈ കഴിഞ്ഞ ഈ വലിയ പെരുന്നാളിന്റെ പിറ്റേ ദിവസം വരെ നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആവശ്യം ഉണ്ടാകുമ്പോൾ ഇറങ്ങണം. അതൊരു എന്താ പറയുക, ഡെലിവറിക്ക് പറഞ്ഞാൽ പാടില്ല, നമുക്കൊരു നാണക്കേടായിട്ടുള്ള ഒരു പരിപാടിയല്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തന്നെ ഇറങ്ങിയതാണ്, അതേപോലെ ഇറങ്ങും ചെയ്യും. ഇനി ആവശ്യം ഉണ്ടാവും. മിനിമൽ ഓർഡർ ആക്കി നമുക്ക് കൊണ്ടു കൊടുക്കാം. നമുക്കൊരു ഇതില്ല, നമുക്കിപ്പോ വിഷമം വരുന്നില്ലെങ്കിൽ ഒരു ഓർഡേഴ്സ് വന്നു അത് കൊടുക്കാൻ പറ്റില്ല, അത് നെക്സ്റ്റ് ലെവല് നമുക്കൊരു ഹേർട്ട് ആവുന്ന ഒരു സംഭവമാണ്. നമ്മൾക്കത് പേഴ്സണലി അതിലൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അല്ല നമ്മുടെ സർവീസിന് അത് ബാധിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു ഓർഡർ ചെയ്ത് അത് നമുക്കൊരു ഭയങ്കര. പിന്നെ ഇത് ഫുഡിന്റെ കാര്യമാണ്. അപ്പൊ അവര് ലൈക്ക് വെയിറ്റ് വിശപ്പായോണ്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത്.
വെയിറ്റ് പാടില്ലല്ലോ. കസ്റ്റമേഴ്സിന് ഒരിക്കലും വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ ഒന്ന് അറിയേണ്ട ഒരാൾക്കാരുണ്ട്, നമ്മൾക്ക് ഓർഡർ ഗസ്റ്റ് വലിയ ഫുഡ് എത്തിക്കാൻ ആ വരുന്ന സാഹചര്യത്തിൽ അവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഹോട്ടലിന് ഓർഡർ കൊടുക്കുമ്പോൾ വിളിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. ഹോട്ടലുകാർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന അവരുടെ വന്നിട്ടുണ്ട് അവരുടെ കസ്റ്റമേഴ്സിന്. സെക്കൻഡ് അവർ കൊടുക്കുന്നത് അവർക്ക് പാർസൽ വാങ്ങാൻ അവിടെ നിൽക്കുന്നുണ്ടാവും. തേർഡാണ് നമ്മൾ ഓർഡർ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇവർ ഫുൾ ദേഷ്യപ്പെടാൻ തുടങ്ങും. നമ്മൾ കുറെ നേരം പറഞ്ഞിട്ടത്, പക്ഷെ നമ്മളവിടെ ഹെൽപ്ലെസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വെച്ചിട്ട് അത് 10 ഫുഡാണ്. ഇപ്പൊ ജെപ്റ്റോക്ക് അല്ല അത് പറ്റുന്നതെന്ന് വെച്ചാൽ ജെപ്റ്റോ അത് ഗ്രോസറിയാണ്, അവർക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് വെക്കാം. ഇത് ഫുഡ് അങ്ങനെയല്ല. ഇതിപ്പോ ഫ്രൈഡ് ചിക്കൻ ആണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് റെഡി ആവാൻ മിനിമം എടുക്കും. തിരക്കുള്ള സമയത്ത് 40 മിനിറ്റ്സ് 1 hour എടുക്കുന്നവരെ അത് കിട്ടാൻ കൊണ്ടെടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇഷ്യൂ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ നോക്കിയാൽ ടൗണിൽ ബ്ലോക്കും കാര്യങ്ങളല്ല. ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിലാകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ചോദിക്കാണ്ട് തന്നെ ഓക്കെ ബ്ലോക്ക് ആയിരുന്നു കുഴപ്പമില്ല എന്നാണ്, പക്ഷെ മനസ്സിലാക്കാത്ത ആൾക്കാരും ഉണ്ട്. കസ്റ്റമർ കെയറിൽ അതായത് ഓഫീസിൽ വിളിച്ച് തെറി പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട്. അതേപോലെ നല്ലത് കുഴപ്പമില്ല 1 മണിക്കൂറായും കുഴപ്പമില്ലാത്ത 100 രൂപ ടിപ്പ് കൊടുത്ത കസ്റ്റമേഴ്സും ഉണ്ട്. ആൾക്കാർ ബേസ്ഡ് ആണ് അത്. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും അധികം കസ്റ്റമേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു. അതിനൊരു വലിയൊരു ഇഷ്യൂ വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ കണ്ടത് ആൾക്കാർക്കും ഇവിടെ കുറെ ബിസിനസ് വരണമെന്ന് ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ടിങ് ഫേസിൽ ഇപ്പോൾ ലൈക്ക് ഈ പറഞ്ഞ പോലെ 20 മിനിറ്റ്സിലെത്തണം 30 മിനിറ്റ്സിലെത്തണം അവർ ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും, പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവർ ഇത് യൂസ് ടു ആയപ്പോൾ മനസ്സിലായി ലൈക്ക് റെസ്റ്റോറൻറ്റിൽ അവർ പോയാലും 20-30 മിനിറ്റ്സ് എങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ ബ്രാൻഡ് ഓൾറെഡി ട്രസ്റ്റബിൾ ആയിട്ട് മാറും. ഇനിയിപ്പോ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് നമ്മൾ 15 മിനിറ്റ്സിൽ തരാത് പറഞ്ഞാലും ഇനി ഇവിടുന്ന്, കാരണം പറഞ്ഞില്ല സർവീസ് നമ്മൾ 1-2 വർഷം നമ്മൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോ എല്ലായിടത്തും ഹോട്ടലിൽ ഒരു ട്രസ്റ്റ് വന്ന് നമ്മൾ ഈ വീക്കിൽ പേ ഔട്ട് ആക്കിയില്ലെങ്കിൽ വരെ അവർ ചില ഫോണിൽ വിളിക്കാൻ നെക്സ്റ്റ് വീക്ക് തരും. ആ ഒരു അതാണ് നമുക്ക് ചെയ്തിട്ട് എടുക്കുന്നുള്ളത് പറഞ്ഞു. അതിൽ പിന്നൊന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് പറഞ്ഞു റൈഡേഴ്സിൻ്റെ എല്ലാം ഓരോ ഈ ഒരു സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഹോട്ടലുകാരായിട്ടുള്ള റിലേഷൻഷിപ്പ്, റൈഡേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ്, കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ അതിൻ്റെ അടുക്ക് ഒരു ന്യൂസിൽ വന്നു സൊമാറ്റോ എന്ന് ഓർഡർ ഒരു ഫുഡിന് ഇങ്ങനെ വന്ന് ഒരു ഫുഡ് മോശമായിട്ട് കിട്ടി. സൊമാറ്റോ എന്നാണ് അവിടെ പറയുന്നത്, കാരണം സൊമാറ്റോ വലിയ പ്ലാറ്റ്ഫോം ആയതാണ്. സൊമാറ്റോയുടെ ഹോട്ടലൊന്നല്ല, വേറൊരു ഹോട്ടലിൽ സംഭവം ഡെലിസ്കോ എന്നാണ്. എന്നിട്ട് പോയി ഡെലിസ്കോ ഇതാക്കി അപ്പോഴാണ് നമ്മളെ ബ്രാൻഡ് ഏത് ലെവലിൽ എത്തിയെന്ന് മനസ്സിലാകുന്നത്. കാരണം ഞാനിപ്പോഴും അത് നമ്മളെ ബ്രാൻഡ് അങ്ങനെയാണ് ഇത് കാണില്ല. നമ്മൾ എന്തെങ്കിലും ഞാൻ വിളിക്കുന്നൊരു ഞാനല്ല എങ്ങനെ പാടുന്നില്ല. നമ്മൾ ഈ ഒരു ഏജിലുണ്ടായത് നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിലുണ്ടായത് ഇലിയൻ ബിൽഡേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ നമ്മൾ ആ സർക്കിൾ നമുക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും ഒരേ ലൈൻ അല്ലെങ്കിലും എല്ലാവരും വേറെ വേറെ ബിസിനസ് ആണെങ്കിലും ഞങ്ങൾക്കത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈച്ചർ സപ്പോർട്ടിങ് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. നമുക്കൊരു ഇവന്റ് വന്നാല് അതിലാണെങ്കിലും അതായത് നമുക്കിപ്പോ എനിക്കുള്ളത് എനിക്ക് ബാക്കിയുള്ള സപ്പോർട്ട്, അതായത് നിന്റെ ഇപ്പൊ ഒരു ഇവന്റിന്റെ പരിപാടിയാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ്. കാരണം അതൊരു ആ ഒരു രീതിയിലാണ് അല്ല അതൊരു ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇപ്പൊ നിന്റെ കാര്യമാണെങ്കിൽ നിന്നെ പോലെ വേറെ ആരെങ്കിലും പുതിയൊരു കാര്യം തുടങ്ങുന്നതാക്കുന്ന നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതിനുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും, മാക്സിമം എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. അതേപോലെ എന്റെ കാര്യത്തിലാണെങ്കിലും നീ ഇപ്പൊ എന്റെ ഒരു ഇതാണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളെ ഒരു ഏജിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് എല്ലാ കാര്യവും. കാരണം പിന്നെ ഒന്നുമുണ്ട്, നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ വൈബ് എല്ലാം ഒന്ന് മാച്ചാണ്. അത് കുറച്ചാളായിട്ട് ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഏറ്റവും പറയാനുള്ളത് ഇന്ന് മിസ് ചെയ്യുന്നുള്ളത് നമ്മളെ ഇത്തധികം ശമ്പറാനാണ്. കാരണം ഒരു മീഡിയേറ്റർ ആണ്, എല്ലാ റിലേഷൻ ബിൽഡ് ആകുന്നതിൽ ഒരു മെയിൻ മീഡിയേറ്റർ ആണ്. നമുക്ക് അപ്പൊ ആ ഷംറാനിന്റെ പേഴ്സൺ നല്ല സൗദിയിലാണുള്ളത്. അപ്പൊ അവര് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് നല്ലോണം. കാരണം ഷംറാൻ ഉണ്ടെങ്കിൽ ഇത് വേറൊരു ആംബിയൻസ് വേറെ. പിന്നെ ഓക്കെ ബാക്ക് ടു ഡെലിസ്കോ എന്ന് പറഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ബേക്കലിൽ ഓപ്പൺ ചെയ്തതാണ്. റെസ്പോൺസ് ബേക്കലിലൊക്കെ ആക്ച്വലി ഞങ്ങൾ നോമ്പ് അതിന്റെ തുടങ്ങണോ വേണ്ടെന്നുള്ളതിലാണ്. പക്ഷെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റിംഗ് കാര്യങ്ങൾ നോമ്പായിട്ട് ഒന്നും കൂടി റീബിൽഡ് ചെയ്യാം. ഇപ്പൊ ഓർഡർ ഉണ്ടല്ലോ, നല്ല രീതിയിൽ ഓർഡർ ഉണ്ട്, വിചാരിക്കുന്നതായിട്ട് നല്ല റെസ്പോൺസും ഉണ്ട്. ഹോട്ടൽ സൈഡിൽ നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പൊ നോമ്പ് ടൈമിൽ കുറച്ച് ഹോട്ടൽസേ ഉള്ളൂ അവിടെ. പിന്നെ ഓൾറെഡി ഞങ്ങൾ ഫസ്റ്റ് കൾനാട്ടിലുണ്ടായിരുന്നു.
കൽനാട്ടിൽ ഒരു ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കലത്തെ ഹോട്ടൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ കാസർഗോഡ് മുതൽ കാഞ്ഞങ്ങാട് വരെ ഫുൾ ലൈനായിട്ട് ആ ഒരു ഫുള്ള് ഉണ്ട് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒരു അറിയുന്ന ഒരു ബ്രാൻഡാണ് ഞങ്ങൾക്ക്. അതായത് അറിയാണ്ട് ഫസ്റ്റ് ടൈം കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഓൺ ബ്രാൻഡാണ്. അവർക്ക് ഓൾറെഡി യൂസ് ചെയ്തതാണ്, ഇല്ലാതെ ക്ലോസ് ആയി. അതപ്പോ അത് വലിയൊരു ഇതായിട്ടില്ല, നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോ ഇത് വെച്ച് ഈ 3 മാർക്കറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ മാർക്കറ്റ് കാസർഗോഡ് മാർക്കറ്റിൽ പെർ ഡേ നിങ്ങൾക്ക് ഇത് ഇത്ര വർഷമായിട്ട് ഏറ്റവും ഹൈസ്റ്റ് ഓർഡേഴ്സ് വന്നത് 340-350 ആ ഒരു റേഞ്ച് ആയിരിക്കും. 350 റേഞ്ച്. അത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്പോൾ ഡൽഹി സ്കൂൾ ടോട്ടലി ആയിട്ട് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡെയിലി വന്നതിൻ്റെ. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ കാഞ്ഞങ്ങാട് നോക്കിയാലും കാസർഗോഡ് നോക്കിയാലും അത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. കാസർഗോഡ് ഏറ്റവും നല്ല മാർക്കറ്റ്. 350 നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. ഭയങ്കര സംഭവം, ആ മാൻ പവർ ഇല്ല. കാരണം 350 ഓർഡേഴ്സ് വരുന്നതന്നെ ഭയങ്കര കാര്യം. സെക്കൻഡ് അത് ഡെലിവറി ചെയ്യുന്നില്ലെങ്കിൽ അത് ഭയങ്കര, അത് ഞാൻ ഷോക്കാല. ഐമൻ അത് ചെയ്യും, ഐമന് ചെയ്യും. ഞാൻ ഒരു ഓഫീസിൽ ഇരിക്കലുണ്ടായിരുന്നു. നമ്മളെ ക്ലോസ് ആണ്, നമ്മുടെ ഗവൺമെന്റ് ഓഫീസും. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും. നമുക്കറിയാം ഐമന്റെ കാലിബറും നമുക്ക് അത്ര അറിയാം. കൊടുത്തിട്ട് എന്തെല്ലാം പറഞ്ഞിട്ട്, കാരണം ഞാനുണ്ടാവട്ടെ അവിടെ അത് പോകുമ്പോ എടുക്കുക, അതിങ്ങനെ ഡെലിവറി ബോയ്സിന് അതിപ്പോ ഇച്ചായെങ്കിൽ പറയേണ്ട അടുത്തേക്ക് പറയും. അത് അവർക്ക് അറിയാം പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അത് മനസ്സിലാക്കി തെറി വിളിക്കേണ്ട സമയത്ത് വിളിക്കും. അതങ്ങനെ ചെയ്തേ പറ്റൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ കറക്റ്റ് ലൈക്ക് വെറും ഇൻകമിന് വേണ്ടി മാത്രമല്ല അവരും ചെയ്യുന്നത്. അവരും റെസ്പോൺസിബിലിറ്റി അവര് ഫ്രണ്ട്ഷിപ്പ് ഉദ്ദേശിക്കുന്നത് അതായത് ഞങ്ങളൊരു താഴ്ന്ന ലെവലൊന്നല്ല. അതായത് നല്ല രീതിയിൽ, അതായത് എന്തെങ്കിലും, അതായത് ഇപ്പോ പറയാണ്ട് പോയി അല്ലെങ്കിൽ എന്റെ ഒരു കോളുണ്ട്, അവർ പേടിച്ചിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. തിരക്കായി വരണം എന്ന് പറഞ്ഞ തിരിച്ചു. അപ്പൊ ആ ഒരു രീതിയിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വിളിക്കൂല, ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അവര് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലേ ഞാൻ വിളിക്കുള്ളൂ. ഡെലിവറി സിസ്റ്റം ആക്കി. അത് ഇതേപോലെ തന്നെ ഓഫീസിന്റെ ഉള്ളിൽ അവർ കേറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തു കഴിഞ്ഞാൽ എടാപോടെ ബന്ധമാണ് ഞങ്ങൾ. ഇപ്പോ ഇങ്ങനൊരു നമ്മൾ സ്റ്റാറ്റ്സ് എടുത്തെങ്കിൽ സൊമാറ്റോന്റെ സ്റ്റാറ്റ്സ് എടുത്ത് വന്നാൽ അവർ ഏറ്റവും അധികം സെല് ചെയ്യുന്നത് ബിരിയാണി എന്നാണ് പറയുന്നത്. ഇപ്പൊ കാസർഗോഡ് നിങ്ങൾ ഇത്ര ഡെലിവറി ആക്കിയത് എന്റെ ഒരു ഐഡിയയിൽ അൽഫാമായിരിക്കും. അൽഫാമല്ല, പൊറോട്ട അൽഫാം ആ ഒരു ഇതായിരിക്കും. ചിക്കൻ അൽഫാമായിരിക്കും. അല്ല, കാസർഗോഡ് എന്റെ രീതിയിൽ ബിരിയാണി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റമാണ്. അതായത് പുറത്തുള്ള പോലെ പുറത്തത്തെ ആൾക്കാർക്കാണ് ബിരിയാണി ഭയങ്കരത്തിൽ എന്താ പറയുക ഹോട്ടലിൽ കഴിക്കണം. അതായത് കാസർഗോഡിന് ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ ബിരിയാണിനായിട്ടും കൂടുതൽ അവര് നൂഡിൽസ്, ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ അൽഫാം കൂടെ അൽഫാം, പൊറോട്ട, അങ്ങനെ ആ 2 സാധനങ്ങളായിരിക്കും. അത് ബ്രെഡ് ഐറ്റംസിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ പൊറോട്ട ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓർഡർ വന്നത്. അത് മലയാളികളെ വികാരമാണ്, കാസർഗോഡുകാർ മാത്രമല്ല. പിന്നെ ഉള്ളത് അൽഫാമായിരിക്കും. ഇതായിരിക്കും കൂടുതൽ അൽഫാം തന്നെയാണ്. ഗ്രില്ല് എല്ലാ റെസ്റ്റോറൻറ്റ്സും ലൈക്ക് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഷംറാൻ ഒരു ഫുഡിയാണ്. ഞങ്ങൾ രണ്ടാണ് ഫുഡി ഒന്നല്ല. അതായത് അത്ര നല്ല വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ, അതായത് ഈ ഒരു കാര്യങ്ങൾ ഇത്ര ഹോട്ടൽസ് ഉണ്ടെന്നും അതുണ്ടെന്നൊക്കെ അറിയുന്നത്. അപ്പൊ ഇതൊക്കെ പതുക്കെ നമ്മുടെ ഒരു ലൈഫ് ചേഞ്ച് ആയതാണ്, മെല്ലെ മെല്ലെ ചേഞ്ച് ആയതാണ്. കാരണം ഇപ്പൊ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായ ഞാനിപ്പോ ഒരു ബിസിനസ്സിൽ എന്റർപ്രണർ ഒരു രീതിയിലായി. ഇപ്പൊ ഈ ഒരു വിഷയത്തില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞത്, ഇന്നലെ ഞാൻ പറഞ്ഞ ഫ്രണ്ട് സംസാരിക്കണം, എക്സ്പാൻഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. നമ്മളെല്ലായിടത്തേക്കും ഒരേ ടൈം എത്താനും ചാൻസ് കുറവാണ്, ടൈം എടുക്കും. അപ്പോൾ ഇവിടെ തന്നെ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ വേറൊരു IT കമ്പനിയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനി നമുക്കൊരു പ്രൊഫഷണൽ ബോണ്ട് വെക്കും. 1 വർഷം വരുന്ന എന്തായാലും നമ്മൾക്ക് മിനിമം 1 വർഷം നമ്മൾക്ക് വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത്ര കോമ്പൻസേഷൻ തരേണ്ടി വരും. നമുക്കിതൊന്നുമില്ല. ഇന്ന് പകുതി നിർത്തോ. നമുക്ക് ആ ഒരു ഫിയർ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എക്സ്പെൻഷൻ ചോദിക്കുമ്പോൾ ഇത്ര ഫിയർ. ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അത് ഏത് രീതിയിൽ കാണുന്നു? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇത് തന്നെയാണ്, ഈ റൈഡേഴ്സ് ഇഷ്യൂ തന്നെയാണ്. ഇവിടെ എവിടത്തേക്ക് നെക്സ്റ്റ് ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ബേക്കലിലേക്ക് പോയി, കാഞ്ഞങ്ങാട് പോയി, ഇതിൻ്റെ നെക്സ്റ്റ് പോകുന്നെങ്കിലും നിങ്ങളൊരു വേ എങ്ങനെയാണ് ബിസിനസ്? പിന്നെ മെയിൻലി ലൈക്ക് അവിടുത്തെ ഒരു ലോക്കൽ മാനേജിങ് ആയിട്ട് ലൈക്ക് ഒരു മാനേജർ എന്നുള്ള ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് മാനേജർ എന്നുള്ള രീതിയിൽ ഒരു ലോക്കൽ ഇപ്പോൾ ബാക്കിൽ കോർണിഷിന്റെ ഫ്രണ്ട് തന്നെയാണ് നൗഫൽ, മനാസ്. അപ്പോൾ അവരുടെ ടീമാണ് അത് മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ അവർക്കൊരു പേഴ്സണേജ് കൊടുത്ത് അപ്പം അങ്ങനെയാണ് റെഡി ആക്കിയിട്ടുള്ളത്. കാഞ്ഞങ്ങാടാണെങ്കിൽ മുനാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അടുത്ത് അത് അവിടുത്തെ ലോക്കലാണ്. മുനാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബാക്കിലത്തെ അവനാണെങ്കിൽ ചെമ്മനാട്ട ആളാണ്, പക്ഷെ ഇപ്പോൾ അവിടെ ബാക്കിൽ കോർണിഷിൽ അവിടെ. അപ്പോൾ അവരായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരാൾ അവിടുത്തെ ലോക്കലിനെ ഇതാക്കും. അപ്പോൾ അവർ ലോക്കൽ ത്രൂ ഞങ്ങൾക്ക് അവിടുത്തെ പിള്ളേരെ കിട്ടും, ഡെലിവറി ബോയ്സിന് കിട്ടും, ഹോട്ടൽസ് കണക്ട് ആവും. അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ. എക്സെപ്റ്റൻസ് ഇപ്പൊ നോക്കുന്നെങ്കിൽ കാഞ്ഞങ്ങാട് ഉണ്ട്, കാസർഗോഡ് ഉണ്ട്. എനിക്ക് എക്സെപ്റ്റഡ് ആയിട്ട് തോന്നുന്നത് ഏത് സിറ്റി ഏറ്റവും നല്ല രീതിയിൽ? ഇതിനെ ഇവർക്ക് കുറച്ചും കൂടി എല്ലാം ഇതാക്കണം, എന്താ പറയുക, എല്ലാം പുതിയത് എന്താ ഉള്ളത്, ട്രെൻഡ് എന്താ ഉള്ളത്, അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണ്. ആ ഒരു ട്രെൻഡ് ചിലപ്പോൾ ഇപ്പോൾ വന്നായിരിക്കും. കാരണം ഒരു സമയത്ത് KFC വരെ പൂട്ടിപ്പോയ സ്ഥലമാണ് കാസർഗോഡ്. ഇവിടെ വലിയ നോണബിൾ ബ്രാൻഡ്സ് വരുമ്പോൾ എന്താണെന്ന് UCB എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് പോയി. നമ്മൾക്ക് ആ ഒരു ഇത്. പക്ഷെ ഇ-കോമേഴ്സിയുടെ നടക്കുക എത്ര ഓർഡർ ആക്കും ഇ-കോമേഴ്സിൽ. ആ ഒരു ഫേസ് നമ്മൾ കുറെ നമ്മൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, ഓക്കെ ഇത് ചെയ്ത് നടക്കും. പക്ഷെ നമ്മൾ രണ്ടാളും സംസാരിക്കും ഇല്ല അതിപ്പോ സൊമാറ്റോ ഞങ്ങൾ വരുന്നതായിട്ട് മുമ്പും വന്നതിന് ശേഷം വന്നിട്ട് രണ്ടും അവർക്ക്. കാരണം അവർക്ക് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് ടീം അവർ സസ്റ്റെയിൻ അവർക്ക് ഇത്ര ഓർഡർ ഉണ്ട്. അവർ ചിലപ്പോ അപ്പൊ നമ്മൾക്ക് എന്താ വരാത്ത, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കണം ഇത് ഈസി അല്ല ഈ ഓർഡർ. അല്ല അത് മെയിൻലി അത് കൺവേർട്ട് ചെയ്യാൻ ഈസി അല്ല. ഓഫ്ലൈൻ ഓർഡേഴ്സ് ആയിരുന്നു ഫസ്റ്റ്. അത് കൺവേർട്ട് ചെയ്ത് ആപ്പിലേക്ക് ചെയ്തതാണ്. ഇതിലിപ്പോ ഇവിടെ സൊമാറ്റോന്റെ ഓണേഴ്സിന്റെ ഇതുണ്ടായിരുന്നു, പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതിലിപ്പോ ഭയങ്കര ഒന്ന് വൈറലായിരുന്നില്ലെങ്കിൽ സൊമാറ്റോ മാർക്കറ്റിംഗിൽ കളിക്കുന്ന ഒരു ഗെയിമാണ്. അല്ലെങ്കിൽ ഓഫർ അപ് ടു 80% നമ്മൾ ചെറുങ്ങനെ കൊടുക്കും. ആ 80 എങ്ങനെ കൊടുക്കുന്നവര് റെസ്റ്റോറൻറ്റ്സിന്റെ മെനുവിനേക്കാളും ലൈക്ക് 15 or 20% എക്സ്ട്രാ വെച്ചിട്ട് അത് പ്രോഫിറ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ഒരു ഓർഡർ കുറവുണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ ഇന്ന് ഈ മന്തിൽ ഫേസ് കുറച്ച് ബാഡിൽ പോകുന്നു. നിങ്ങൾ ഓഫേഴ്സിൽ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഓഫേഴ്സ് ചിലപ്പോ ഇങ്ങനെ നോക്കിയിട്ടാണ്, ഓക്കെ ഓർഡേഴ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ ഓഫർ പ്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഹോട്ടലായിട്ട് രണ്ടും മിംഗ്ലേറ്റ് ചെയ്തിട്ട് ഞങ്ങളെ പേഴ്സണൽ ഓഫേഴ്സ്, അതായത് ഇപ്പോൾ ഫ്രീ ഡെലിവറി ആണെങ്കിലും അതേപോലെ ഫസ്റ്റ് ഓർഡേഴ്സിന്റെ ഓർഡർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെ മെയിൻ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഹവാസായിട്ട് വൈബ്സിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം, വൺ നൈറ്റിനെല്ലാം ചെയ്ത ആളല്ല. അപ്പോൾ അവൻ്റെ ഇതേപോലെ അവൻ്റെ അത്ര സപ്പോർട്ട് വേറെ ആരെയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഹവാസിന്റെ അടുത്തേക്കാണ് ഫസ്റ്റ് പോയത്. ഫസ്റ്റിന്റെ നെയിം ഇട്ടതിന് ശേഷം പോയിട്ട്, കാരണം എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഹവാസ്. അപ്പോൾ അവൻ ഇതേപോലെ ഇത് ചെയ്യുന്നുണ്ട്, കാസർഗോഡ് നോക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയി ഇവനായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിന്റെ ഇതേപോലെ ഞങ്ങൾക്കൊരു മാർക്കറ്റിങ്ങിന്റെ പറഞ്ഞിരുന്ന, അതായത് എന്തൊക്കെയാ അതിന്റെ ബിസിനസ്സിൽ എന്തൊക്കെയാ അതിന്റെ ബുദ്ധിമുട്ടുകൾ, എന്താ ഏതാ നല്ലത് എല്ലാം ഇവൻ ഇങ്ങോട്ട് പറഞ്ഞു നമ്മൾ ചോദിക്കുമ്പോൾ. അപ്പം അഡ്വൈസർ പോലെയായിരുന്നു ആദ്യം അവൻ, നമുക്കെല്ലാം പറഞ്ഞുതരും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവന് ഇതേപോലെ ഞങ്ങളെ പേരിനാണ് നല്ല പേരെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന്റെ അപ്പോൾ ആദ്യം ഞങ്ങളെ ലോഗോ ചെയ്തത് അവനാണ്. അതിന് ഞങ്ങളെ ഫുൾ ലോഗോ ഫുൾ ബ്രാൻഡിങ് സാധനങ്ങൾ ഫുൾ ചെയ്ത അവനാണ്. ബാഗ്, ടീഷർട്ട്, അതേപോലെ തന്നെ നമ്മളെ വിസിറ്റിംഗ് കാർഡ് എല്ലാം ചെയ്തവൻ. അപ്പോൾ അവനായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ അറിയാം, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ല വ്യൂവേഴ്സ് കിട്ടുന്ന കാസർഗോഡ് നല്ല രീതിയിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞങ്ങളതായിരിക്കും. കാരണം ഇതേപോലെ നല്ല മൂവീസിന്റെ റിലേറ്റഡ് ആണെങ്കിലും ഫുഡ് റിലേറ്റഡ് ആണെങ്കിലും വീഡിയോസും കാര്യങ്ങളും കുറച്ച് ട്രെൻഡി വീഡിയോസ്, ലേറ്റസ്റ്റ് ഫിലിം മൂവീസ് ആയിട്ട് എല്ലാം ചെയ്ത്, അതായത് കോമഡി ആയിട്ടാണെങ്കിലും നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇടും. അപ്പോൾ അത് ഞങ്ങളെ ബ്രാൻഡ് വാല്യൂ കൂട്ടാൻ ഇതാക്കി, അതായത് ആൾക്കാർക്ക് ഇത് കാണുമ്പോഴേക്ക് അവരെ ഒരു നല്ലൊരു ഇതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഓഫർ മാത്രമല്ല മനസ്സിലേക്ക് ബ്രാൻഡ്. അതായത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, എൻ്റെ സിസ്റ്റർ നിങ്ങളെ പേജ് ഇടയ്ക്കിടയ്ക്ക് നോക്കും, എന്തിനാ പുതിയ വല്ലതും വന്നിട്ടുണ്ട്, കണ്ടന്റ് എത്ര നല്ല കണ്ടന്റ്, ചിരിക്കാനും ഇതാക്കാനും നല്ല രീതിയിലുള്ള കണ്ടന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇത് കണ്ടന്റ് വൈസും ഇഷ്ടപ്പെട്ടിട്ട് എന്താന്ന് നോക്കിയിട്ട് പതുക്കെ ഞങ്ങളെ കയ്യിൽ കയറിയ ആൾക്കാരുണ്ട്, ഓഫർ വൈസ് കയറിയ ആൾക്കാരുണ്ട്. ഓഫർ ഇതേപോലെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ പല കാര്യം നോക്കും, ഏതാ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചൂട് സമയത്താണെങ്കിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജ്യൂസ് ഐറ്റംസ് അങ്ങനത്തെ വേണം, അല്ലെങ്കിൽ തണുപ്പ് സമയത്താണെങ്കിൽ അൽഫാം, ബിരിയാണി അങ്ങനത്തെ കൂടുതൽ പോകും. റെസ്പോൺസ് വന്നത് എങ്ങനത്തെ കോംബോക്കാണ്? അല്ലെങ്കിൽ ഈ ഫ്രീ ഡെലിവറി ആക്കുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കോംബോ ഓഫർ? ഫ്രീ ഡെലിവറി ആദ്യം കൂപ്പൺ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫസ്റ്റ് വലിയൊരു റെസ്പോൺസ് വന്നിട്ടില്ല. കാരണം ആൾക്കാർക്ക് ഇതേപോലെ യൂസ് ചെയ്യാനില്ല. പതുക്കെ ഇപ്പൊ നല്ല ചേഞ്ച് ഉണ്ട്. കാരണം മുമ്പത്തേനായിട്ട് കൂടുതൽ, അത് ആ ഫസ്റ്റ് ടൈം 10% പോലും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 70% യൂസ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് അറിയുന്നുണ്ട് ഇങ്ങനത്തെ ഉണ്ട്, യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, കസ്റ്റമർ വിളിച്ചിട്ട് ചോദിക്കുന്ന തന്നെ
ഇന്ന് ഓഫർ എന്തുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കോഴ്സ് ഒരു സമയത്ത് അങ്ങനെ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ നല്ല ചേഞ്ച് ആപ്പില് ലൈക്ക് തുറക്കുമ്പോ തന്നെ ഓഫേഴ്സ് ഇങ്ങനെ കാണും. സ്ലൈഡേഴ്സ് കാര്യങ്ങളുണ്ടല്ലോ ആപ്പില്. ഒരു സമയത്ത് ഇതേപോലെ ഓഫറിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഓഫേഴ്സ് ഇതേപോലെ ഞാൻ പറഞ്ഞാൽ അൽഫാം റിലേറ്റഡ് ഓഫേഴ്സ്, അൽഫാം, പൊറോട്ട, മയോണൈസ്, കറി, അങ്ങനത്തെ വരുന്ന ഓഫേഴ്സ് തന്നെ ഏറ്റവും കൂടുതൽ മൂവിങ്. വേറൊന്നും വേണ്ട. ആൾക്കാർക്ക് ഈ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഈ ചൈനീസ് ഐറ്റംസ് എന്ന് പറയുമ്പോഴേക്ക് എത്ര ഓഫർ ഇട്ടാലും വലിയൊരു റെസ്പോൺസ്. അതിന്റെ തന്നെ ഫാൻസ് ആൾക്കാർ, അതായത് ഇന്ന് ചൈനീസ് വാങ്ങണം എന്ന് പറഞ്ഞ ആൾക്കാർ നോക്കുന്നല്ലാണ്ട് മറ്റങ്ങനെ ആപ്പ് എടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഈ അൽഫാം റിലേറ്റഡ് അല്ലെങ്കിൽ അറേബ്യൻ റിലേറ്റഡ് ഓഫേഴ്സ് ആയിരിക്കും. അതിലിപ്പോ നിങ്ങൾക്ക് യൂസേഴ്സ് പാരലൈസ് ചെയ്തെങ്കിൽ ഈ മിഡ് ഏജോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ അല്ലെങ്കിൽ അഡൽട്ട് ഏത് കാറ്റഗറി നിങ്ങൾക്ക് അധികം റെസ്പോൺസ് ആയിരുന്നത്? മെൻ, വുമൻ അത് ആയിരിക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. പിന്നെ മുമ്പ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ലൈക്ക് ഫാമിലി ആയിരുന്നു. ലൈക്ക് കോവിഡ് ടൈമിൽ, ലോക്ക്ഡൗൺ ടൈമിലെല്ലാം ഫാമിലി ആയിരുന്നു കൂടുതൽ. ലൈക്ക് അപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് ലൈക്ക് ഒരു ഓർഡറിൽ തന്നെ ലൈക്ക് സെയിൽ വാല്യൂ കൂടുതലായിരിക്കും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ലൈക്ക് ഓർഡേഴ്സ് കൂടി, പക്ഷേ ലൈക്ക് സെയിൽ എമൗണ്ട് കുറവായിരിക്കും. കംപ്ലീറ്റ്ലി കുറവെന്നല്ല, ഓരോന്നോ കുറവായിരിക്കും. കാരണം സിംഗിളോ കപ്പിൾ ഓർഡേഴ്സോ അങ്ങനെയാ വരാറ്. ലൈക്ക് ഒരാൾക്ക് വേണ്ടിയുള്ള ഓർഡർ പിള്ളേർ ഇഷ്ടംപോലെ പുറത്തു പോയിട്ട് കഴിക്കും. ഓപ്ഷൻ ഇല്ലല്ലോ. ഇപ്പോഴും കാസർഗോഡ് ഗേൾസിന് കുറച്ച് നല്ല മാറ്റമുണ്ട്. എത്ര മാറ്റമുണ്ട്. മാറ്റങ്ങൾ വർക്ക് നിന്നിട്ട് ഇതാക്കിയിട്ടും കാര്യമില്ല. നല്ല ചേഞ്ച് ആണ്. നമ്മൾ തന്നെ എത്ര അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ വുമൻസിന്റെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത്. ഏജ് റിലേറ്റഡ് ആണെങ്കിൽ 20 to 30 കാരണം ഇവിടെ അല്ലെങ്കിൽ വുമൻസ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആണെന്ന് പറഞ്ഞാൽ അധികം ഗൾഫിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വുമൻസ് അധികം ഇവിടെ തന്നെയാണുള്ളത്. സോ അവർ ഈ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതായിട്ട് അത് ഓക്കെ നമുക്ക് കിട്ടും, മാർക്കറ്റ് നമ്മളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നിപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ ഓൺലൈൻ അല്ലെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പോഡ്കാസ്റ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇനിയും കുറേ ബിസിനസ് വെഞ്ചർ വരണം. നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് അവർ ഇപ്പോൾ അധികം സംസാരിക്കാൻ തുടങ്ങിയതാണ് ഓൺട്രപ്രണർഷിപ്പ്. ഇപ്പോൾ മോഡി പേര് നമ്മൾ സംസാരിക്കുന്നുള്ളത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കുറേ മിഷൻസ് കാരണം വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ തന്നെ ഇതായി. അപ്പോൾ ഇനി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഓക്കെ ഫുഡ് ഡെലിവറി ആയി ഇതായി പുതിയ രീതിയിൽ ഇന്നോവേറ്റീവ് നമുക്കറിയുന്ന കുറച്ച് കാര്യമുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ ഇതിലെല്ലാം ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾക്ക് അറിയാത്ത ഇത് ഏറ്റവും വലിയ പ്രൂഫാണ് ഈ മാർക്കറ്റ് ഇപ്പോൾ ഇന്നോവേറ്റീവ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ മാർക്കറ്റിൽ ഈ ഒരു റെസ്ട്രിക്ഷനിൽ വെച്ചിട്ടാണ് 350 ഓർഡേഴ്സ് നിങ്ങൾക്ക് വരുന്നത്. ഇത് ലിമിറ്റഡ് ഹോട്ടൽസ്. കാരണം ഹോട്ടൽസ് എന്തെങ്കിലും അധികം ഒരു 10-15 ഹോട്ടൽസ് എടുത്താൽ ഫുഡ് സിമിലർ ആയിരിക്കും. മെനു കാണാതെ സിമിലർ ആയിരിക്കും. എന്നിട്ട് ഇത്ര ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സിറ്റിയിലെ പൊട്ടൻഷ്യൽ ഭയങ്കരമായി കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഓക്കെ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 350 നിങ്ങൾക്ക് വരുമ്പോൾ വേറെ പെർ ഡേ ഈ സിറ്റി 500 ഓർഡേഴ്സ് ഫുൾ ഓഫ് ചെയ്യുന്നുണ്ടെന്നാണ്. അതും ഈ ബാക്കിയുള്ള ഇതേ സെയിം റെസ്റ്റോറൻറ്റ്സും സെയിം ഫുഡാണ്. നമുക്ക് ആൾക്കാരുണ്ട്. നമ്മൾ കേറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് നമ്മുടെ സൈഡും സർവീസും മാർക്കറ്റിംഗ് കറക്റ്റ് പോകുന്നുണ്ടെങ്കിൽ റിസൾട്ട് വരും. നമുക്കൊരു ഉറപ്പിക്കാവുന്നൊരു ഇതാണ് ആ ഒരു ഇത് കിട്ടിയതാണ്. ഇന്ന് പറയുന്നില്ല, ഇന്നിപ്പോൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഡെലിവറി ഇല്ലേ കസ്റ്റമേഴ്സിന് അറിയാത്തത് ആൾക്കാർക്ക് തോന്നുന്നു. കസ്റ്റമേഴ്സിന് അറിയാത്ത കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് പൊതുവെ അധികം ആൾക്കാർക്ക് നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അത് നോക്കി ഇത് വലിയൊരു പ്രോബ്ലമാണെന്ന് പറഞ്ഞാൽ അതേത് പ്രോബ്ലം ആയിരിക്കും? നമ്മളെ ഡെലിവറി ബോയ്സിന്റെ ഇഷ്യൂസ് അതിൽ പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം ആക്സിഡന്റ് മഴക്കാലത്ത് ഏറ്റവും വലിയ ഇഷ്യൂ മഴക്കാലത്ത് നമ്മൾക്ക് ആക്സിഡന്റ് ആണ് കൂടുതലാണ്. ഇതേപോലെ ചാറിറ്റ് വീഴുന്ന ആ ഒരു വീഴലും കാര്യങ്ങളും ഏറ്റവും കൂടുതലാണ്. ഞങ്ങളൊരു ഡെലിവറി ബോയ് ആക്സിഡന്റ് ആയിട്ട് കാലിന് നല്ല അടിപ്പെട്ടിട്ട് മാംഗ്ലൂർ വരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയ സീനൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. ഇനിയും സംഭവിക്കുമോ എന്നുള്ള ഒരു ടെൻഷനുള്ള കാര്യമാണ് അതാണ്. കാരണം അത് നമ്മളെ കയ്യിലുള്ള കാര്യമല്ല. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യെങ്കിലും ഈ കസ്റ്റമേഴ്സ് തിരക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഡെലിവറി ബോയ്സ് ഒന്ന് പെട്ടെന്ന് ആക്കിയെന്ന് അറിയുമ്പോൾ അവർ സ്പീഡ് കൊടുക്കും. പിന്നെ ഇത് എന്ത് സ്പീഡ് കൂട്ടിയാലും കുറയാലും ആക്സിഡന്റ് ആകുന്നത് പിന്നെ പറഞ്ഞിട്ട് നമ്മളെ കയ്യിലുള്ള കാര്യമല്ല, ഫെയ്ത്ത്. അതെ. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന കാര്യം. അത് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവും. ആരാണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂല് വിളിച്ചിട്ട് ഐമിനെ എന്നിട്ട് ഒരു ടെൻഷനിൽ എന്നെ വിളിച്ചാൽ എനിക്ക് ആദ്യം എന്ത് പറ്റിയോ എന്നുള്ള ആദ്യം വരുന്നതാണ്.
ഒരു കറക്റ്റ് അത് ആ ഒരു ഇഷ്യൂ നമ്മൾ അടിക്കോ പറഞ്ഞു കാര്യം അല്ലെങ്കിൽ എന്റെ ആ ഒരു മൊമെന്റ് വരുമ്പോ ഇല്ല നമുക്ക് കാരണം നമുക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ സാധനം കൊണ്ടെടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര നമ്മ ഒരു ഡൗൺ ആണ് കുറച്ച് കാര്യങ്ങളാണ്. എത്ര മെന്റൽ സ്ട്രെങ്ത് എത്ര ടോപ്പിലുണ്ടെങ്കിലും ഇതിന് നമ്മൾ ഡൗൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ലൈക്ക് സ്പീഡാക്കാൻ അധികം പറയാറില്ല. കസ്റ്റമറെ വിളിച്ച് കറക്റ്റ് കാര്യം എവിടെ എത്തിയിട്ടുണ്ടെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. കറക്റ്റ് സ്റ്റാറ്റസ് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഓക്കെയാണ്. ഏതൊരു പ്രശ്നത്തിന്റെ ഒരു എൻഡ് കമ്മ്യൂണിക്കേഷൻ. അതെ, കസ്റ്റമേഴ്സ് ഓക്കെ ആയിരിക്കും. ലൈക്ക് നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം ആപ്പില് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എത്ര സംസാരിക്കണ വേറൊന്നും തോന്നുന്നില്ല. ഇല്ല, അതില്ല സംസാരിക്കുന്ന ഇപ്പൊ കുറെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. ഇപ്പം ട്രാക്കിംഗ് എങ്ങനെയാ ഓപ്ഷൻ ആണ്. അപ്പൊ അവരിങ്ങനെ വിളിച്ചിട്ട് എന്താ എവിടെ എത്തി കറക്റ്റ് ഓഫീസിൽ വിളിക്കുക. ഇപ്പൊ ഡെലിവറി ബോയ്സിന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇന്ന സ്ഥലത്ത് ഇത്ര ഒരു 5 minutes തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ആക്കാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീനില്ല. ഇതൊക്കെയാണ് ഡെനിഷ്കോന്റെ ഒരു ചെറിയ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 4 ആളുണ്ടാകുമ്പോൾ കുറേയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടോ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ? കാരണം 4 ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ്. 4 ആൾക്കാർ വരുമ്പോൾ ഈ 4 ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഒരു ഒപ്പീനിയൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി 3 ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യുന്നത് വരില്ല. ചിലപ്പോൾ അത് എങ്ങനെ എടുക്കും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ഫേസ് ആ ഒരു സിനാരി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നത്. ഞങ്ങൾ 4 പേരും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കാരണം ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരല്ല വന്നത്. രണ്ടാമത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റെസ്പെക്ട് ഉണ്ട്. അതായത് ഇപ്പോൾ ബ്രദർ ആയാലും പോലും അവനൊരു കാര്യം പറയുമ്പോൾ ഓക്കെ അത് നമ്മൾ ആലോചിക്കാനുള്ളൊരു സബൂർ എല്ലാവർക്കും ഉണ്ട് എന്ത് കാര്യം പറയുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 ആളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു അതായത് 4 ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ നല്ലതും എല്ലാം ബെസ്റ്റ് നല്ല ഡിസിഷൻ ഏതാ അതിനെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് റിവ്യൂ ചെയ്തിട്ടാണ് അത് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ എന്താ കാര്യമുള്ളത്, ഇതാണോ ബെറ്റർ, ഇതാണോ അല്ലയോ, അത് ഇങ്ങനെ കറക്റ്റ് 4 പേരും കറക്റ്റ് ഇതാക്കും. ഇപ്പോൾ പിന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഷോക്കിങ് അല്ലെങ്കിൽ ഷോക്കിങ് അല്ല, നിങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നിങ്ങൾ ഓക്കെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് അറിയും ഇവർ നല്ല സെയിലുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഓൺലൈനിൽ ഇറങ്ങിയതിൻ്റെ ഇഷ്ടം ഈ ഹോട്ടലിൽ ഇത്രയുള്ള ഫുഡ് ആൾക്കാർക്ക് ആവശ്യമുണ്ടായിരുന്നു, ഇത്രയുള്ള ഇഷ്ടമുണ്ടായിരുന്നു ഈ അടുത്ത ഫുഡ്, അങ്ങനെ തോന്നിച്ചത് ഹോട്ടൽസ് ചെയ്ത് ഹോട്ടൽസ് ചെറിയൊന്നും ഒരു വെഞ്ചറായിട്ട് ചെറിയൊരു സ്റ്റോളായിട്ട് നോക്കി ഈനിത്ര പൊട്ടൻഷ്യൽ ഈനിത്ര ഫാൻസോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിച്ച അല്ലെങ്കിൽ ഫുഡോ അല്ലെങ്കിൽ ഇത് മിക്സ്ഡ് ആണ്. ഒന്നിട്ട് പറയാനുള്ള അത്ര ഇതൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ സർപ്രൈസസ് വന്നി നിങ്ങൾക്ക് വന്നു അല്ല അത് നിങ്ങളകത്ത് ഓരോ ചെയ്തിട്ടുണ്ട്. ഒരു മോമോസിൽ ഇത്ര നല്ലൊരു ഡിഫറൻസ് കാസർഗോഡ് അതായത് ആരും പ്രതീക്ഷിക്കാത്ത സാധനം മോമോസ് മാത്രം വെച്ചിട്ടുണ്ട്. അവർ ഇത്ര നമ്മളിൽ വരുന്ന ഓർഡേഴ്സും സെയിൽസും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ പോയാൽ അറിയാം നോർമലി. അതല്ലാണ്ടും നമ്മുടെ വരുന്ന ഓർഡേഴ്സും സെയിൽസ് കണ്ടാൽ തന്നെ നമുക്കൊരു എത്ര ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരല്ലാണ്ട് കുറച്ച് അല്ലാണ്ട് വേറെ കുറേ ഓർഡേഴ്സ് ആപ്പ് തുറക്കുമ്പോൾ അറിയാം ഇത്ര ഇടുണ്ട ഇത് ആപ്പ് തുറക്കും. പക്ഷേ 10 കിലോമീറ്റർ റേഡിയസിലാണ് ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുൾ കാസർഗോഡ് ചെയ്യുന്നത്. റെസ്റ്റോറന്റ് 10 kilometers അങ്ങനെയാണ്. ലൈക്ക് കാസർഗോഡ് സിറ്റിയിലല്ല. അതിനായിട്ട് കൂടുതൽ 2-3 കാര്യമുണ്ട്. ഒന്ന് സാധനം എത്താൻ ലേറ്റ് ആവും, ഫുഡ് ആ ഒരു ചൂട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നല്ല ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മളൊരു കംപ്ലൈന്റ് പോലെയാവും. നിങ്ങളൊരു കുറെ കസ്റ്റമേഴ്സ് ഫുഡ് തിരിച്ചു തരുമായിരിക്കും ലേറ്റ് ആയി അങ്ങനെ ഇങ്ങനെ പോലെ. അപ്പൊ നിങ്ങളത് റെസ്റ്റോറന്റിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യില്ല, ഞങ്ങളത് ഓഫീസിൽ വന്നിട്ട് എല്ലാവരും കഴിച്ചു വന്നാണ്. കാരണം റെസ്റ്റോറന്റിൽ കൊടുക്കും. ഇപ്പൊ നമ്മളെ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് നമ്മളെ റെസ്പോൺസിബിലിറ്റി. കാരണം നമ്മളെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ ലേറ്റ് ആയി അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞു വീട് ഇപ്പോൾ വണ്ടി പഞ്ചറാകുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ കാരണമാണെങ്കിൽ ഓക്കെ നമ്മളെ മിസ്റ്റേക്ക്, അതിന്റെ റെസ്റ്റോറന്റിൽ കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഓർഡർ എടുത്ത് അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമല്ലേ. അതെ, കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും നമ്മളെ മിസ്റ്റേക്ക് അല്ലായിരിക്കും, ടെലിഫോൺ എടുക്കില്ല എന്തെങ്കിലും ഇഷ്യൂ. ആ ഒരു സിനാരിയോയില് നിങ്ങൾ എങ്ങനെ അതും നമ്മുടെ കാരണം റെസ്റ്റോറന്റ് ലേറ്റ് ആക്കുവാണെങ്കിൽ അവരോട് പറയാം. റെസ്റ്റോറന്റ് ലേറ്റ് ആക്കി ഫുഡ് റെസ്റ്റോറന്റ് തിരിച്ചെടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചെങ്കിൽ റെസ്റ്റോറന്റ് അവരോട് നമ്മളിങ്ങനെ ഒരു പരിധിക്ക് ഒരു അരമണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് പറയും. കസ്റ്റമേഴ്സ് വിളിച്ചോണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുഴപ്പമില്ല, ക്യാൻസൽ ഞങ്ങൾ എടുക്കാം, കസ്റ്റമേഴ്സിന് കാര്യത്തിൽ ഡീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്തിട്ടാണ് റെസ്റ്റോറൻറ്റ് നമ്മളായിട്ട് കറക്റ്റ് ഒരു റെസ്പോൺസിബിലിറ്റി കറക്റ്റ് അവരും കാണിക്കുന്നുണ്ട്, നമുക്കൊരു റെസ്പെക്ട് അവർ തരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 4 years ആവാനായില്ല. അല്ല ഇനി ഇതാക്കും ഇനി നിങ്ങൾക്കും അറിഞ്ഞു കസ്റ്റമേഴ്സ് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ആണ് സോറി വേവ് ലെങ്ത് ക്രിയേറ്റ് ആയി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി ഓക്കെ ഒരു വെറുതെ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവർ പറയും. പിന്നെ ഇങ്ങനെ എല്ലാം വെച്ച് ഇപ്പോൾ ഇഷ്യൂസും പറഞ്ഞെല്ലാം സംസാരിക്കും എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒന്ന് ബെയർ ചെയ്തിട്ടൊരു ഇതൊരു സസ്റ്റൈനബിൾ വെഞ്ചറാക്കി മാറ്റി. അതാണ് എനിക്ക് ഏറ്റവും പ്രതീക്ഷിക്കുന്നത് നമുക്ക് പറയാനുള്ളത്. കാരണം ഇനിയും നിങ്ങളെ ബ്രാഞ്ചസ് എനിക്കൊരു അധികം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും.
ചെയ്യാൻ നല്ല രീതിയിൽ പറ്റില്ല എക്സിക്യൂട്ട് ചെയ്യാനും. കാരണം ഇത് നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടായ ഒരു ബ്രാൻഡാണ്. നമ്മൾ ഇവിടുന്ന് തന്നെ ഇതിന്റെ ബേസ് മുതൽ ഇതിന്റെ ഓരോ സ്റ്റേജസ് നമ്മൾ ഇങ്ങനെ കണ്ടത്. ഞാൻ ഫസ്റ്റ് ഹാൻഡ് കാണുന്നതാണ്, പക്ഷെ എല്ലാവരും കണ്ടതാണ്. കാരണം ഓരോരു ബ്രാൻഡ് നമ്മൾ വലുതാക്കുന്നതല്ല, കസ്റ്റമേഴ്സ് വലുതാക്കുന്ന ബ്രാൻഡാണ്. കുറേ ആൾ ചിലപ്പോൾ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്ത് ഭയങ്കരമാക്കിയിട്ട് തുടങ്ങിയിട്ട് അത്, പക്ഷെ ഇത് നമ്മൾ ചെറിയ ബേസിൽ തുടങ്ങിയിട്ട് ആൾക്കാർ അതിനെ വലുതാക്കി തരുന്നതാണ് ആ ബ്രാൻഡ്. സോ അങ്ങനത്തെ ഒരു ബ്രാൻഡാണിത്. ഒരു ഫുഡ് ഡെലിവറിയിലേക്ക് നമുക്കൊരു ബ്ലൈൻഡ് ട്രസ്റ്റ് ആണ്. ഒരു ഓൾമോസ്റ്റ് നമുക്ക് ഇന്നും പറഞ്ഞൊരു മൊണോപ്പൊളി മാർക്കറ്റ് വേണമെങ്കിൽ പറയുന്നത് ടെലിസ്കോപ്പിലുള്ളത്. സോ അത് എപ്പോഴും അതേ അങ്ങനെ ഉണ്ടാകട്ടെ, കൂടട്ടെ ന്യൂഡൽസ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഐമീന് വിശ്വസിക്കുന്നു. ഓക്കെ, മാർക്കറ്റിംഗ് പറഞ്ഞു, സ്റ്റാഫ് ഹാൻഡ്ലിംഗ് പറഞ്ഞു, ഇന്ന് ഐമീൻ വിശ്വസിക്കുന്നത് ടെലിസ്കോപ്പ് ആ സസ്റ്റൈനബിൾ ഗ്രോത്ത് കിട്ടാൻ മെയിൻ റീസൺ ആണ്. ടെലിസ്കോപ്പ് മാത്രമല്ല, ഇപ്പോൾ ഒരു പുതിയൊരു കാര്യം ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കാസർഗോഡാണെങ്കിൽ എവിടെയാണെങ്കിലും ആവശ്യമായിട്ടുള്ള എന്താണ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഡെലിവറി ഒരു അത്യാവശ്യമായിരുന്നു. ഹോട്ടൽസ് മാത്രമല്ല, നമ്മളൊരു കസ്റ്റമേഴ്സിനും ഒരു അത്യാവശ്യം. അതേപോലെ ഇവിടെ ഇല്ലാത്തതും ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ, അതായത് ഒരു അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു കാര്യം തുടങ്ങണം. ബാക്കിയുള്ളവരെ തുടങ്ങിയതോ അല്ലെങ്കിൽ അതിൻ്റെ ഇതാക്കിയോ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റോ അതൊന്നല്ല, ജസ്റ്റ് ബിസിനസ് പ്രോഫിറ്റ് മാത്രമല്ല നോക്കേണ്ടത്. നമുക്കൊരു സർവീസ് എന്ന രീതിയിലാണെങ്കിലും എന്താണെങ്കിലും അത്യാവശ്യം എന്താ വേണ്ടത് അത്, പിന്നെ ഹാർഡ് വർക്ക് അതിനനുസരിച്ചിട്ട്. അതായത് നമ്മളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും തുടങ്ങാം, ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു പ്രശ്നമില്ല, ആർക്കും വേണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വിചാരിച്ച ഇതില്ല, എന്താണ് റെസ്പോൺസോ പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടൂല ചിലപ്പോൾ. സബൂർ, അതായത് നമുക്ക് കുറച്ച് പേഷ്യൻസ് കിട്ടണം. ആ പേഷ്യൻസിൽ നിന്നിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് കൺവേർട്ട് ആവും. അതേപോലെ ഇപ്പോൾ ടെലിസ്കോ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ലെവലിലെത്തിയ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ഫാമിലീസും ഫ്രണ്ട്സും സപ്പോർട്ട്, അതേപോലെ ഇപ്പോൾ കസ്റ്റമേഴ്സുള്ള സപ്പോർട്ടും, അതാണ് ഞങ്ങളെല്ലാം മെയിൻ. അവരില്ലെങ്കിൽ ടെലിസ്കോ ഇല്ല. ഡെലിവറി ബോയ്സ് ആണെങ്കിലും കസ്റ്റമേഴ്സിലാണ് നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് സപ്പോർട്ട്. അതായത് അപ്പോൾ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതിന്, ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക്സ്. ചോദിക്കുന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞു, ഞാൻ മുമ്പ് സംസാരിച്ചോളൂ, ഇനി ബഡിങ് എന്റർപ്രണേഴ്സിനോട്, ബഡിങ് ബിസിനസ് വെഞ്ചറിൽ ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരോട് ഐമൻ എന്ന് പറയാനുള്ളത്, ഐമൻ്റെ എക്സ്പീരിയൻസ് ഐമൻ എന്ന് പറയാനുള്ളത് ഇതന്നെ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യും, പ്ലാൻ കറക്റ്റ് ഒരു പ്ലാൻ ചെയ്യുക. ഇവിടെ ഇല്ലാത്തൊരു സംഭവം തുടങ്ങാൻ പ്ലാൻ ചെയ്യുക. എൻ്റെ അത്യാവശ്യമാണോ നോക്കാം, ആവശ്യമുള്ള, അതായത് നമുക്ക് ഈ ഒരു കാര്യം അത്യാവശ്യമാണോ നോക്കാം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹാർഡ് വർക്കാണ് അതിൻ്റെ റിസൾട്ട് വേണം. പക്ഷേ അത് ഇതെല്ലാം തന്നെ ഏറ്റവും വേണ്ടത് പേഷ്യൻസ് ആണ്. ഫസ്റ്റ് പറഞ്ഞു ഹാർഡ് വർക്ക് വിഷയം ആൾക്കാർ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, റിസൾട്ട് വരാത്ത പോകണ്ട ആ പേഷ്യൻസ്, ബ്രേക്ക് ത്രൂ വരുന്നവരെയുള്ള പേഷ്യൻസാണ് നമുക്ക് വേണം. ബ്രേക്ക് ത്രൂ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആ ബ്രേക്ക് ത്രൂ, അതായത് നമ്മളിപ്പോൾ അത് മതി നിർത്താം മടുത്ത് പറഞ്ഞിട്ട് ആ ഒരു മന്ത് ആയിരിക്കും ചിലപ്പോൾ ബ്രേക്ക് ത്രൂ വരാൻ കിട്ടും. നല്ല പേഷ്യൻസ് വേണം. കാരണം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ലൈക്ക് ഇതിൽ നിന്ന് ചിലവിന് പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ലൈക്ക് ഈ പറഞ്ഞ പോലെ കടമായിട്ട് എടുത്തതായിരിക്കാം, അത് തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് ആയിട്ടാണ് അതെടുത്ത് തിരിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് റോൾ ഓവർ ചെയ്തിട്ട് ഒരു ലൈക്ക് 1.5 മോർ ദാൻ 1.5 ഇയേഴ്സ് എടുത്തിട്ടാണ് പ്രോഫിറ്റബിൾ ആയിട്ട് മാറുന്നത്. അതുവരെ ഇങ്ങനെ ഈ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് വന്ന ഓർഡർ എത്രയാണ്? ഫസ്റ്റ് ഞങ്ങൾ ഓഫറൊക്കെ ഇട്ടായിരുന്നു, ഓർമ്മ അറിയില്ല, 99 റുപ്പീസിന് 2 ബിരിയാണി. അത് ഞങ്ങൾ ഇതേപോലെ കിച്ചൺ ആക്കിയിട്ട് ഞങ്ങളെന്നെ ഞങ്ങളെന്നെ ഫാമിലീസിലുണ്ട്. എൻ്റെ ഉമ്മ പിന്നെ അങ്ങനെ ഇതും ആൻറ്റിയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല ബൂസ്റ്റിംഗ് കിട്ടി ഫസ്റ്റ്. അത് 3 days. ഫസ്റ്റ് എൻ്റെ ഒരു ഐഡിയ പ്രകാരം 35-40 ഫസ്റ്റ് 3 days ആണ്. പിന്നെയും കുറഞ്ഞിരുന്നു ഈ ഓഫർ കഴിഞ്ഞതിന് ശേഷം 20-25 ആയിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു ഫസ്റ്റ് മോർ ദാൻ 6 months ആയിട്ടുണ്ടാവും. പിന്നെ ഒരു ബ്രേക്ക് ത്രൂ ലെവലിലെത്തിയ സെക്കൻഡ് ലോക്ക്ഡൗൺ ടൈമിലാണ്. ഇത് കഴിഞ്ഞ നവംബറിൽ അതിന് മുമ്പ് ഒരു 2-3 years 2021 ലാസ്റ്റ് എൻഡിൽ ഫസ്റ്റ് 6 months കഴിഞ്ഞിട്ടാണ് 100 ഓർഡർ സ്റ്റേജ്. ഇന്നത്തെ ആവറേജ് ഓർഡർ ആവറേജ് 100 അല്ല, 200-250 ഇപ്പോൾ അത് കൺസിസ്റ്റന്റ് സിറ്റി തരുന്നു ഇപ്പൊ പറഞ്ഞത്. പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറയും, ഒന്നും കൂടി ഓർമ്മിപ്പിക്കരുത്. ഇവിടെ ഇത്ര കുറച്ച് റെസ്റ്റോറൻറ്റ്സ്, ഇത്ര കുറച്ച് ആളുകൾ, എന്നിട്ട് ഇത്ര ഓർഡേഴ്സ് വരുന്നത് അതൊരു സംഭവമാണ്. ഞാൻ ആദ്യം ഉൾപ്പെടെ അത് ഡെലിവറി ആക്കുന്നത് അതിൻ്റെ ആയിട്ട് സംഭവമാണ്.
So Adilu, I'm concluding myself. Thanks so much for coming, supporting everyone, and we will support each other also. Thanks for coming to Manam Ship. Thank you.